السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه المجاهدين في سبيل الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين فإن لم تفعلوا فأذنوا بحرب من الله ورسوله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹവും നേടിയെടുക്കാൻ കഴിയും വിധം ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും നിർദ്ദേശിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതും അനുവദിച്ചതും അവൻ്റെ കൽപ്പനകളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നല്ല, വളരെ സുപ്രധാനമായ ഖുർആൻ്റെ നിഷിദ്ധം അനുവദനീയം എന്തൊക്കെയാണ് എന്ന് ഒരു ലഘു വിശദീകരണം നൽകുകയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിന് ആദ്യമായി അള്ളാഹു കൊടുത്ത കൽപ്പന, ലോകത്തിന് മുഹമ്മദ് നബിക്ക് കൊടുത്ത കൽപ്പനയാണ് ഇഖ്റ. ലോകത്തിന് ആദ്യമായി കൊടുത്ത കൽപ്പന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നല്ല. ലോകത്തോട് ആദ്യമായി അള്ളാഹു കൽപ്പിച്ച ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും, മുസ്ലിങ്ങളോടല്ല, ലോകത്ത് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരോടായി അള്ളാഹു കൽപ്പിച്ച ഒന്നാമത്തെ കൽപ്പന യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും ആണ് ഒന്നാമത്തെ കൽപ്പന. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അതാണ് ഒന്നാമത്തെ കൽപ്പന വിശുദ്ധ ഖുർആൻ്റെ. ആ കൽപ്പന സ്വീകരിക്കുന്ന ആളുകൾക്കാണ് നാം മുസ്ലിങ്ങളെന്ന് പറയുന്നത്. ലോകത്തോട് കൽപ്പിച്ചു, അത് സ്വീകരിച്ചാൽ മുസ്ലിമാവും, അത് തിരസ്കരിച്ചാൽ മുസ്ലിം അല്ലാതെയാവും. അപ്പോൾ ഉഅ്ബുദൂ റബ്ബക്കും എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കുൽ നബിയെ പറയണം, തആലൂ, മുഴുവൻ ജനങ്ങളോടും വരാൻ ആവശ്യപ്പെടുക. എന്നിട്ട് പറയുക, അത്ലു മാ ഹറമ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ജനങ്ങളെ വിളിക്കുക, എന്നിട്ട് അല്ലാഹു നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. ഒന്ന്, അല്ലാ തുശ്രിക്കൂ ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, ഷിർക്ക് ഒരു നിലക്കും വരാൻ പാടില്ല. ഈ കൽപ്പനയാണ് ഒന്നാമത്തേത്. അപ്പോൾ നമ്മൾ എന്താണ് ഷിർക്ക് എന്ന് ചോദിച്ചാൽ, ഒരു നിലക്കുള്ള ഷിർക്ക്, ഒരുപാട് ഷിർക്കിൻ്റെ വിഭാഗങ്ങളുണ്ട്, അതൊന്നും വരാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൻ ഹലഫ, ആരെങ്കിലും സത്യം ചെയ്തു, ഫഖാല ഫി ഹലഫിഹി ബില്ലാത്തി വൽ ഉസ്സ, ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം എന്ന് ഒരാൾ പറഞ്ഞാൽ, ഫൽ യഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിം ആവണം. അപ്പോൾ ബദരീങ്ങളാണേ സത്യം, അമ്പത്തങ്ങളാണേ സത്യം, കുണ്ടൂർത്തങ്ങളാണേ സത്യം എന്ന് പറയുന്നൊരു വ്യക്തി, അയാൾ ഇസ്ലാമെന്ന് പുറത്തുപോയി. അയാൾ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അത് ഇസ്ലാമിൻ്റെ ഹുക്കുമാണ്. നാട്ടിൽ നമ്മൾ ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ അല്ലാത്ത ഒരുപാട് ആളുകളെ പേരിൽ സത്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ആരെങ്കിലും ബലി അറുത്താൽ ആ മനുഷ്യൻ അള്ളാഹു ശപിച്ചവനാണ്. മൻ ദബഹ ലിഗൈരില്ലാഹി ഫഖദ് അശ്റക, അവനും ഷിർക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ ഉഅ്ബുദുല്ലാഹ് ലാ തുശ്രിക്കൂ ബിഹി ഷൈഅ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കൽ മാത്രമല്ല ഷിർക്കാവുന്നത്, അള്ളാഹു അല്ലാത്തവരിൽ സത്യം ചെയ്താൽ ഷിർക്കാവും,
അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തിയാൽ ശിർക്കാകും. അങ്ങനെ ശിർക്ക് വരുന്ന ഒരുപാട് വഴികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത്ത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹ്, ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചാൽ ദഖലന്നാർ, നരകത്തിൽ പോകും. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു, അയാൾ നരകത്തിലാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടാവും, നമ്മളെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത്തരത്തിൽ അള്ളാഹു അല്ലാത്ത പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന. അത്തരം ആളുകൾ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഷിർക്കിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. ഇപ്പോൾ ഷിർക്ക് ആയിത്തീരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ടാമത് പ്രഖ്യാപിക്കേണ്ടുന്ന ചില വിഷയങ്ങളിലൊന്നാണ് ഈ ശകുനം നോക്കൽ. അത് ഷിർക്കാണ്. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ, ഇപ്പോൾ നമ്മളൊക്കെ എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഏതെങ്കിലും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് നമുക്കൊരു വല്ലാത്തൊരു ദുശകുനം പോലെ തോന്നും. ഒരു ചൂലുമായിട്ടൊരാൾ നിൽക്കുന്നത് കണ്ടാൽ ദുശകുനമായി കാണും, ഒരു വല്ലാത്തൊരു ദുശകുനം പോലെ, അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റദ്ദത്തുഹു തൈറത്തു മിൻ ഹാജത്തിൻ, ഒരാവശ്യത്തിന് പോകുമ്പോൾ ശകുനം വിചാരിച്ചാരെങ്കിലും മടങ്ങിയാൽ ഫഖദ് അശ്റക, ശിർക്ക് ചെയ്തു. ലാ തുശ്രികു ബില്ലാഹി ഷൈഅൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബദരീങ്ങളെ അമ്പർത്തങ്ങളെ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മാത്രമാണല്ലോ നമ്മൾ ശിർക്ക് എന്ന് പറയാം. ഒരാവശ്യത്തിന് ഇറങ്ങാൻ നേരത്ത് അത് ഇന്ന കാരണത്താൽ അത് ഇപ്പം ഇറങ്ങണ്ട, അത് ഇറങ്ങിയാലും ശരിയാവില്ല, അത് ഇന്ന കാരണത്താൽ, അത് പല ഉണ്ട്, കറുത്ത പൂച്ച വിടുക, അല്ലെങ്കിൽ അത്തരം നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ അതൊരു ദുശകുനമായി കാണുക, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് രാവിലെ നമ്മളൊരു വഴിക്ക് ഇറങ്ങുന്ന സമയത്ത് ചൂലുമായി മുറ്റത്ത് നിൽക്കല്ല എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. ചിലർ അങ്ങനെ കണ്ടാൽ ഓടിപ്പോകുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ റദ്ദത്തുഹു തീറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ എങ്ങനെ ഒരാൾ ശിർക്ക് ചെയ്തു പോയാൽ മാ കഫാറത്തു ദാലിക, അതിനുള്ള കഫാറത്ത് എന്താണ്? പ്രായശ്ചിത്തമാണല്ലോ. ഒരാൾ മുശ്രിക്കായി എന്ന് പറഞ്ഞാൽ പിന്നെ മുശ്രിക്കായി പോവില്ലേ? ഒരാൾ ഒരു പ്രാവശ്യം ശകുനം നോക്കി, ശകുനം ശ്രദ്ധിച്ചു, അങ്ങനെ ചെയ്തു പോയവരുണ്ടാവില്ലേ? ഇപ്പം ഈ കൂട്ടത്തിലുള്ളവരുണ്ടാവും. ഒരു വഴിക്ക് ഇറങ്ങാൻ നേരത്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ശകുനം മുടക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ദുശകുനായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലേ? അത് പല ഇതുണ്ട്. ഗർഭിണികളായ പെണ്ണുങ്ങളെ കണ്ടാൽ ശകുനം ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ട്, മനസ്സിലായി? അതുപോലെ പല ജീവികളെയും കണ്ടാൽ അത് ശകുനം ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊരു അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ശിർക്കായല്ലോ. അള്ളാഹിൻ്റെ കൽപ്പനക്ക്, ആദ്യത്തെ കൽപ്പനക്ക് തന്നെ വിരുദ്ധമായി. അപ്പോൾ എന്താണ് അതിന് കഫാറത്ത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യഖൂല അഹദുഹും, അങ്ങനെ ശകുനം നോക്കിയ വ്യക്തി പറയേണ്ടതാണ്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറക, പടച്ചോനെ നിന്റെ ഖൈറല്ലാത്ത ഒരു ഖൈറും ഈ ലോകത്തില്ല എന്നയാൾ രണ്ടാമത് പറയണം. ശകുനം നോക്കിയ വ്യക്തി രണ്ടാമത് പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ തൈറ ഇല്ലാ തൈറുക, നിന്റെ ഭാഗധേയമല്ലാത്ത മറ്റൊരു ഭാഗധേയവുമില്ല, ഒരു ശകുനവുമില്ല, നിൻ്റെതാണ്. ഇപ്പം ചില ആളുകളൊക്കെ പ്രവാചകന്മാർ വരുമ്പം പറയും, നിങ്ങളെ ഞങ്ങൾ കാണുന്ന തന്നെ ഞങ്ങൾക്ക് തായിറുക്കും മഴക്കും, ഞങ്ങൾക്ക് ദുശകുനമാണ്. പ്രവാചകന്മാർ പറഞ്ഞു, തായിറുക്കും മഴക്കും, നിങ്ങളുടെ ദുശകുനം നിങ്ങളുടെ പ്രവർത്തനമാണ്. ഇസ്ലാമിൽ ശകുനമില്ല. അന്ന് ജാഹിലിയ കാലത്ത് തന്നെ ശകുനം നോക്കുന്ന സമ്പ്രദായമുണ്ട്. അത് മുസ്ലിങ്ങളിൽ വളരെ ഏറെ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട്. പലപ്പോഴും ലാ തുശ്രികു ബില്ലാഹി ഷൈഅൻ എന്ന് പറയുമ്പോൾ അതിന് ഇതിൻ്റെ ഈ നിലക്ക് ഒരു ശകുനം നോക്കുന്നത് ഷിർക്കാണെന്ന് പഠിപ്പിക്കുന്ന നിർവചനത്തിലേക്ക് പലരും എത്താറില്ല. അപ്പോൾ നമ്മൾ മുജാഹിദുകളായ ആളുകൾ ഒരു കാരണവശാലും ശകുനം നോക്കുക എന്ന സമ്പ്രദായം ഉണ്ടാവരുത്. അങ്ങനെ വല്ല സാഹചര്യത്തിലും മനുഷ്യനല്ലേ, ദുർബല മനസ്സുകൊണ്ടോ ദുർബല ചിന്ത കൊണ്ടോ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ പറയേണ്ട കാര്യം, അല്ലാഹുവേ നിന്റെ ഖൈറല്ലാത്ത മറ്റൊരു ഖൈറുമില്ല, പടച്ചവനെ യാതൊരുവിധ ഭാഗധേയത്വവും നിന്റെ ഭാഗത്തു നിന്നല്ലാതെ ഇല്ല, ശകുനങ്ങളില്ല, വലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ ഒരു ഇലാഹും ഇല്ല പടച്ചോനെ എന്ന് രണ്ടാമത് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ശകുനം ഉണ്ടെന്ന് ചിന്തിച്ചാൽ ഓന് രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് പറഞ്ഞ് മുസ്ലിം ആവണം. അങ്ങനെ അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അത്തരം ശിർക്കുകൾ നമ്മുടെ ഭാഗത്ത് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ വമാ ഹറമ ഫഹുവ ഹറാമുൻ. എന്തൊന്ന് വിശുദ്ധ ഖുർആനിൽ ഹലാലാക്കിയോ അത് ഹലാലാണ്, എന്ത് ഖുർആൻ ഹറാമാക്കിയോ അത് ഹറാമാണ്. വമാ സക്കത്ത അൻഹു ഫഹുവ ആഫിയത്തുൻ. അള്ളാഹു എന്ത് മൗനം ദീക്ഷിച്ചുവോ, ഹലാലെന്നും പറഞ്ഞില്ല ഹറാമെന്നും പറയാതെ വിട്ടുകളഞ്ഞുവോ, അത് നമുക്ക് തന്ന വിട്ടുവീഴ്ചയാണ്. അതുകൊണ്ട് ഫഖ്ബലു മിനല്ലാഹിൽ ആഫിയ, അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച നിങ്ങൾ സ്വീകരിക്കണം. ഫഇന്നല്ലാഹ ലം യകുൻ നസിയ, അള്ളാഹു മറന്നുപോയതല്ല പറയാൻ. ചില കാര്യങ്ങൾ അള്ളാഹു ഹറാമാന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ചിലത് ഇപ്പോൾ ഹുർരിമ അലൈക്കുമുൽ മൈത്തത്ത്, ശവം ഹറാമാണ്. ലഹ്മുൽ ഖിൻസീർ, പന്നിമാംസം ഹറാമാണ്. അതുപോലെ അള്ളാഹു അല്ലാത്തവർക്ക് ബലി അർപ്പിച്ചത് ഹറാമാണ്. അങ്ങനെ ഹറാമാണെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ചില പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. അത് അള്ളാഹു ഉമാക്കാൻ റബ്ബുക്ക് നസിയ, നിൻ്റെ റബ്ബ് മറന്നതല്ല, അത് അള്ളാഹു തന്ന ആഫിയത്താണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ശിർക്ക് വരുന്ന പല വഴികളുണ്ട്. അതിൽ 2 ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. അള്ളാഹു ഇല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യലും അതോടൊപ്പം തന്നെ ദുശകുനം നോക്കുന്ന സ്വഭാവവും പാടില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, തആലൗ, നബിയെ ജനങ്ങളെ വിളിക്കുക, എന്ത് ഓതിക്കൊടുക്കുക, അത്ലു മാ ഹറമ അലൈക്കും അല്ലാ തുശ്രികു ബിഹി ഷൈഅ, അള്ളാഹിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറയാം. അപ്പോൾ ഏറ്റവും വലിയ, ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ പാപം, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപം ഏതാണെന്നോ, സലാസൻ, 3 പ്രാവശ്യം പ്രവാചകൻ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഏതാണ് ഏറ്റവും വലിയ പാപമെന്ന്. കുൽനാ, ഞങ്ങൾ പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹു പങ്കു ചേർക്കലാണ്. ഈ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പോലും വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ശിർക്ക് ചെയ്യാത്തവരുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 1000 ആൾ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി വന്നാൽ 999 ആൾ നരകത്തിലും 1 മാത്രം സ്വർഗത്തിലാണ്. കാരണം 1000 ആൾ വന്നാൽ പരലോകത്തെത്തിയ, അതുകൊണ്ടാണ് വലക്കത് ദറഅന ലി ജഹന്നം, നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ശിർക്ക് ചെയ്യാണ്ട കഴിച്ചിലാകുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ പടച്ചതമ്പുരാൻ വിലക്കിയ ഹറാമുകളിൽ ഏറ്റവും സുപ്രധാനമായ ഹറാമും ഷിർക്കും കുഫറും ഒക്കെയാണ് ഇത്. അതുകൊണ്ട് ആ ഭാഗത്തൊന്ന് ഒഴിയുക. എന്നിട്ട് അള്ളാഹു പിന്നീട് പറഞ്ഞു, ഒബിൽ വാൽദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, ചെയ്യാതിരിക്കൽ ഹറാമാണ്. ഉമ്മക്കും ബാപ്പക്കും നന്മ ചെയ്യാതിരിക്കൽ ഹറാമാണ്. ഇപ്പോൾ ഉമ്മയും ബാപ്പയും എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഏറ്റവും അള്ള കഴിഞ്ഞാൽ അടുത്ത സെഷനിലേക്ക് കൊടുക്കുന്നത് മാതാപിതാക്കളെയാണ്. ഈ മാതാപിതാക്കൾ പോലും വൈൻജാഹദാക്കാലാൻ തുശ്രിക് ബി, എന്നിൽ ശിർക്ക് വെക്കാൻ എൻ്റെ ഈ മാതാപിതാക്കൾ പറഞ്ഞാൽ ഫലാ തുതിഉഹുമ, അനുസരിക്കേണ്ടതില്ല. ഇപ്പം ഷിർക്ക് ചെയ്യാൻ, ഷിർക്കിലേക്ക്, ഇപ്പോൾ ഷിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഉമ്മ ബാപ്പിയൊക്കെ ഇപ്പം അമ്പലത്തിൽ പോയിട്ട് നീ തൊഴുതോന്നല്ലല്ലോ നമ്മോട് പറയാം. നമ്മളോട് പറയാം മിക്കവാറും, പിന്നെ ഒരു കാര്യം ചെയ്തോ, ഒരു 3 കോഴിമുട്ട ജാറത്തിലേക്ക് നേർച്ചാക്കിക്കുക, അതൊന്നും അവിടെ കൊണ്ടുപോയി കൊടുത്താൾ. അപ്പോൾ നമ്മളെ ഉമ്മ പറയുന്നത് നമ്മൾ കേൾക്കണോ, ബാപ്പ പറഞ്ഞത് കേൾക്കണോ? വേണ്ട, ആവശ്യമില്ല. അത് ഇസ്ലാം നിരോധിച്ചതാണ്. മൻ നദറബി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ ഫഖദ് അശ്റക, ശിർക്കാണത്. തീർത്തു പറയുന്ന കാര്യങ്ങളാണ്. അപ്പം മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. റസൂലുള്ള ജീവിച്ചിരുന്ന കാലത്തിനുണ്ടായിട്ടുണ്ട്. സഅദ് ബിൻ അബി വക്കാസിൻ്റെ മാതാവ് ഹംന സഅദ് ബിൻ അബി വക്കാസിനോട് പറഞ്ഞു, ഞാൻ തണലും വെയിലും അനുഭവിക്കില്ല, ചൂടും വെള്ളവും ഞാൻ, എല്ലാ തണുപ്പും ചൂടും ഞാൻ അനുഭവിക്കുകയും ചെയ്യും, കഴിക്കില്ല വെള്ളങ്ങളൊന്നും ഭക്ഷണങ്ങളൊന്നും. നീ തൗഹീദിൽ നിന്ന് പുറത്തേക്ക് വരണം. ഭയങ്കര ശാഠ്യമായിരുന്നു. എന്തു ചെയ്യണം? വളരെ പ്രയാസത്തോടു കൂടി ആ ഉമ്മ കിടന്ന് മരുഭൂമിയിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഉമ്മ പറയുന്നു, ഞാൻ ഇങ്ങനെ മരിച്ചാൽ നിന്നെ ജനങ്ങൾ നാളെ യാ കാത്തിലത്തെ ഉമ്മ, ഉമ്മയെ കൊന്നോനെ എന്ന് നാളെ അന്നെ അള്ളാഹു ജനങ്ങൾ വിളിക്കും എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നു. റസൂലുള്ളാഹിക്ക് എന്ത് മറുപടി ആണെന്ന് അറിഞ്ഞൂടാ. കാരണം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഒരു വഹിയും ഇല്ല ആ സമയത്ത്. ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ, ഉമ്മ പറയുന്നു,
തൗഹീദിൽ നിന്ന് പുറത്തു വരണം. മുഹമ്മദ് നബി കൊണ്ടുവന്ന തൗഹീദിൽ നിൽക്കരുത്. അപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. വേണ്ട, കണ്ടില്ല കറണ്ട് പോയത്, അതാണ് ദുശകുനം. അപ്പോൾ എന്തോ ഒരു ദുശകുനമുണ്ട്. ഇനി ഇതിപ്പോൾ വന്നിട്ട് രണ്ടാമതും പോയി നിൽക്കുക, ഒരു 3-4 വട്ടം പോയി നിൽക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലേക്ക് ശിർക്ക് മെല്ലെ അഴിഞ്ഞ് കയറും. മനസ്സിലായേ? അതാണ് എത്ര മുജാഹിദാറിൻ്റെ കല്ല് പോലെ നിൽക്കണവനാണെങ്കിൽ പോയി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സഅദ് ബിൻ അബി വക്കാസിൻ്റെ മാതാവ് ഇത്രത്തോളം ശക്തമായ തീരുമാനം എടുത്തു. ഞാൻ തിന്നില്ല, കുടിക്കില്ല, ലാ അഷ്റബു അത്അം ലാ ആകുലു തഅം ലാ അഷ്റബുൽ മാ, വെള്ളം കുടിക്കില്ല, കുണ്ടില്ല, എല്ലാ തീരുമാനം എടുത്തു. പക്ഷെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് മറുപടി കൊടുക്കാനില്ല. എന്ത് ചെയ്യണം? അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. എന്ത്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അത് സംശയമില്ലാത്ത കാര്യമാണ്. അവരെത്ര ശിർക്ക് ചെയ്യുന്ന, എത്ര തൗഹീദിൻ്റെ ശത്രുക്കളാണെങ്കിലും ഭൗതികമായ വിഷയങ്ങളിൽ നീ അവർക്ക് നന്മ ചെയ്തോളണം. അത് ഇസ്ലാമിൻ്റെ ഒരു ഹുക്കുമാണ്. പെറ്റ ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോളണം. അത് എത്ര ആര് തന്നെ പറഞ്ഞാലും അത് കൽപ്പനയാണ്. അപ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. അതേ അവസരത്തിൽ അതിനനുബന്ധം പറയുന്നു, വൈൻ ജാഹദാക അലാൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, അനുസരിക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അനുസരിക്കേണ്ട. അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ലൗ കാനത്തിലേക്ക് മിഅത്തു നഫ്സ്, നിങ്ങൾക്ക് 100 ആത്മാവുണ്ടാവുകയും ആ 100 ആത്മാവും ഞാൻ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ആ 100 ആത്മാവിനെയും ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പെടഞ്ഞ് മരിക്കുന്നത്, 100 ആത്മാവ് നിങ്ങൾക്കുണ്ടായിട്ട് ആ 100ഉം പെടഞ്ഞ് മരിക്കുന്നത് ഞാൻ എൻ്റെ നഗ്നമായ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും ഞാൻ അനുസരിക്കില്ല നിങ്ങളെ. അതാണ് തൗഹീദ്. നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഉമ്മക്കും പാപ്പക്കും ഒരു വിഷമമുണ്ടാണ്. അത് ഖുർആനിൽ വളരെ കാർക്കശ്യത്തോട് പറഞ്ഞില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. നമ്മൾ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും അങ്ങനെ പറയാറുണ്ട് അല്ലേ. ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കാരുണ്യം വേണം. കാരണം അള്ളാഹുവിൻ്റെ തൗഹീദ് ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം മാതാപിതാക്കളുടെ തൃപ്തിയും അതൃപ്തിയും ശ്രദ്ധിക്കണം. കാരണം സുഖ്തുർ റബ്ബി ഫി സുഖ്തുർ വാലിദൈൻ, നമ്മളെ സുഖ്തുൽ വാലിദൈനി ഫി സുഖ്തുർ റബ്ബ്, റബ്ബിൻ്റെ അതൃപ്തി മാതാപിതാക്കളുടെ അതൃപ്തിയിലാണ്. അതുപോലെ മാതാപിതാക്കളുടെ റിലർ റബ്ബി ഫി റിലൽ വാലിദൈൻ, ഉമ്മയും ബാപ്പിയും തൃപ്തിപ്പെട്ടിട്ട് എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, എൻ്റെ മോള് നല്ലതാണ് എന്ന് ഉമ്മയും ബാപ്പി ഒപ്പിട്ട് കൊടുത്താലേ സ്വർഗത്ത് കയറാൻ പറ്റൂ. അപ്പോൾ ഇവിടെയൊക്കെ മാതാപിതാക്കളെ നിങ്ങൾ കണ്ടില്ലേ, മക്കൾക്കാർക്കും വേണ്ട, പോലീസുകാർ കൊണ്ടുപോവുകയാണ്, പോലീസുകാർ വലിച്ചയച്ച് കൊണ്ടുപോവുകയാണ്. സ്വത്തും മുതലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതാവുമോ? ഇല്ല. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മളൊക്കെ വീട്ടിൽ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല എന്നുള്ളൂ, മനസ്സിൻ്റെ പുറത്തപ്പം നമ്മളെ ഉമ്മയും ബാപ്പിയൊക്കെ ഉണ്ടാകുക. പോറ്റുണ്ടാവും നിങ്ങൾ പണ്ടാറടക്കാൻ വിചാരിച്ചിട്ട്. അത് ഈ ദുനിയാവിൻ്റെ ഒരു കഥയാണത്. അതിപ്പോൾ നമ്മളൊരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ശരിയായിക്കൊള്ളുന്നില്ല. കാരണം നമുക്കിതൊരു വലയാണ്. ഈ വയസ്സായ ഉമ്മയും ബാപ്പിയും ശ്വാസയക്കുണ്ട് മാഷ്, നമ്മളൊരു മാഷോടെ കുത്തുന്ന ശ്വാസയക്കുണ്ട്, അത് ശരിയാണെന്നുള്ളത്. കാരണം നല്ല കാലം കഴിയുന്നതിൻ്റെ മുമ്പ് അള്ളാഹ് കൊണ്ടുപോകും. നല്ല തൗഹീദുള്ള ആൾക്കാരാണെങ്കിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കൂല കേട്ടോ. ഒന്ന്, ഇനി അഥവാ ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് അപ്പം മനസ്സിലാക്കാം അള്ളാഹ് എനിക്ക് തീർത്തും സ്വർഗം തരാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കൽ. തൗഹീദിന് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി മക്കളാലും ഒക്കെ വല്ലാട്ട് തിരസ്കരിക്കപ്പെടുന്ന ഒരുപാട് അവസ്ഥകൾ ഒരുപാട് വീടുകളിൽ നമ്മൾ കാണാറുണ്ട് ഇല്ലേ. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, റഹിമാൻഫുൻ റഹിമാൻഫുൻ. റസൂലുള്ള പറയാണ്, വാർദ്ധക്യത്തിലെത്തിയ ഒരു മാതാപിതാക്കളെ ഒരു മക്കളുടെ കയ്യിൽ കിട്ടിയിട്ട് അവർക്ക് സ്വർഗം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സ്വർഗം നേടാൻ കഴിയില്ല. അത്രമാത്രം സ്വർഗം കിട്ടാവുന്ന ഒരു മേഖലയാണ്. കാരണം എന്താ അറിയോ നിങ്ങൾ? അതിന് കാരണമുണ്ട്. ഈ ഇമ്മിയും ബാപ്പി എന്ന് പറഞ്ഞാൽ അങ്ങ് കേൾക്കണോ, പറയുന്നത് മുഴുവൻ തെറ്റായിരിക്കും, എല്ലാം തെറ്റായിരിക്കും. നമുക്ക് എതിർക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഉമ്മയും ബാപ്പി എന്ന് പറഞ്ഞാൽ ഈ വല്ലാത്ത ഈ എന്താ പറയുക ചെറുതാക്കലും വലുതാക്കലും മക്കളുടെ ഇടയിൽ വല്ലാണ്ട് നടത്തും അല്ലേ. മൂത്തവൻ ഗൾഫിലാണ്, ഓനും ഓൻ്റെ മക്കൾ ഇമ്മ എപ്പോഴും എടുത്ത് മടിയിൽ വെക്കും. ചെറിയവന് ഇവിടെ മീൻകാരനാണ്, ഓൻ്റെ ചെക്കനെ തൊടൂല, ആപ്പൻ്റെ മാതിരി തന്നെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗൾഫുകാരനൊക്കെ ഗൾഫിക്ക് ഭാര്യയും കുട്ടികളെയും അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ നോക്കാനുള്ള ആകെ മീൻകാരനാണ്. അപ്പം മീൻകാരൻ എന്ത് ചെയ്യും?
നിങ്ങൾക്ക് ചെല്ലി അങ്ങോട്ട് ചെല്ലി വലിയ മറ്റുണ്ടല്ലോ ഗൾഫുകാരന് ചെല്ലി നമ്മളേതായാലും മീൻകാരനാണ് നമ്മളെ കുട്ടികൾ നമുക്ക് ഇഷ്ടമില്ലല്ലോ. പ്രതികാര നടപടി പറ്റില്ല. കാരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അള്ളാഹു ഇത്ര കർക്കശമായിട്ട് പറഞ്ഞത്. പല കാര്യങ്ങളിലും കാർക്കശ്യമായി അള്ളാഹു പറഞ്ഞിടത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ചെയ്യാൻ കഴിയാത്ത ചില വിഷയങ്ങളെയാണ് അള്ളാഹു അങ്ങനെ ഏർപ്പെടുത്തുക. പിന്നെ പ്രായമായാൽ ഭയങ്കര വാശിയായിരിക്കും. പ്രായമായാൽ അവർക്ക് എപ്പോഴും എന്നെ അവഗണിക്കുന്നു എന്ന തോന്നലുണ്ടാവും. വേണം ചോദിച്ചു നോക്കി, ഉണ്ടാവില്ലേ? ഒരവഗണിക്കുന്നു എന്നെ മക്കൾ അല്ലേ? നേരെ മറിച്ച് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ മക്കൾ പറയുന്നത് പോലെ അപ്പം നമുക്ക് അത്ര എന്താവില്ല, നമ്മളെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കില്ല. പ്രായമായി കഴിഞ്ഞ ശേഷം മക്കൾ പറയുന്ന ഓരോ ശബ്ദവും ഓരോ ചലനങ്ങളും ഓരോ കയ്യനക്കങ്ങളും നമുക്ക് പ്രയാസം ഉണ്ടാക്കും. നിങ്ങൾ മുണ്ടാണ്ട് തിന്നോളിന്ന് എന്ന് ആരോഗ്യമുള്ള സമയത്ത് പറഞ്ഞാൽ വടാ എന്ന് പറയും അല്ലേ? പ്രായതിൻ്റെ ശേഷം പറഞ്ഞാലോ അതൊരു വല്ലാത്ത ആണ് അല്ലേ? അതിൻ്റെ അർത്ഥം ആൻ്റെ ഉള്ളിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇല്ലേ? ആ വേദന ലോകത്താർക്കും നികത്താൻ കഴിയില്ല. അതുകൊണ്ട് മുജാഹിദുകളെ നിങ്ങൾ ശിർക്ക് ചെയ്യാത്തതോടൊപ്പം തന്നെ അവരോട് വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ഭൗതിക വിഷയങ്ങളിൽ നിങ്ങൾ അവരോട് എതിർത്ത് പ്രവർത്തിക്കേണ്ട, ഭൗതിക വിഷയങ്ങളിൽ കേട്ടോ. അതാണ് ഖുർആൻ്റെ നിർദ്ദേശം. അപ്പോൾ ഒബിൽ വാൽദൈനി ഇഹ്സാനാണ് രണ്ടാമത്തെ കൽപ്പന. മൂന്നാമത്തെ കൽപ്പന എന്താ? വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത്. അതൊരു കൽപ്പനയാണ്. സാധാരണ ഇപ്പോൾ ആളുകളൊക്കെ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സ്കൂളുകളിലൊന്നും കുട്ടികളില്ലല്ലോ, എല്ലാ സ്കൂളും അടച്ചുപൂട്ടൽ ഭീഷണിയാണ്. എല്ലാ സ്കൂളും അടച്ചുപൂട്ടൽ ഭീഷണിയാണ്. കാരണം കുട്ടികളില്ല. മനസ്സിലായോ? എല്ലാ സ്കൂളുകളും കോളേജുകളിലൊക്കെ തന്നെ എല്ലാ സ്കൂളിലേക്കും. കാരണം മക്കളെ ദാരിദ്ര്യം ഭയന്നിട്ടാണ് നിങ്ങൾ സത്യത്തിൽ മക്കളെ ഇതാക്കുന്നതിന് കാരണം ബാപ്പിയും 2 അമ്മ കയറിയാൽ 2 എന്നാലേ നമുക്ക് പോറ്റാൻ കഴിയുള്ളൂ, മറ്റേ ദാരിദ്ര്യമാവുന്ന അവർ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് ഹറാമാണ്, അള്ളാഹു വിലക്കിയ കാര്യമാണ്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറഞ്ഞു, സൂറത്ത് അൻആമിലാണ് ആ വിഷയം പറയുന്നത്, നഹ്നു നർസുഖുക്കും വയ്യാഹും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് നാമാണ്, നിങ്ങളല്ല. ഇത് ഇപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ. ലോകത്ത് ഇപ്പോൾ ഒരു രക്ഷിതാവ് തൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എൻട്രൻസിന് പഠിക്കുന്നു, മെഡിക്കൽ എൻട്രൻസിന്, അതിലേറ്റവും കൂടുതൽ നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞാൽ പോലും രക്ഷിതാവിൻ്റെ ഒരു അഭിമാനബോധം ശ്രദ്ധിച്ചു നിങ്ങൾ എന്താണെന്ന് അറിയോ? MBBS കിട്ടി നിൽക്കുക. 3 മക്കളുണ്ട്, 3 MBBS പഠിക്കാൻ നിൽക്കുക. എന്നാലോ അല്ലേ? അതിന് 2 PG കൂടി കിട്ടി നിൽക്കുക. എന്നാലോ അല്ലേ? ഇതിൽ ഓരോന്നും അല്ല കൊണ്ടാൻ തുടങ്ങിയാലോ അല്ലേ? അങ്ങനല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഓർമ്മക്കുറിപ്പിന് വേണ്ടി മാത്രം പറയാണ്. ഒരു ഓർമ്മക്കുറിപ്പിന് നമുക്കൊരു പാഠം, എന്താ പറയുക, ഒരു ഇബ്രത്ത്, ഒരു ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം. എത്ര തന്നെ വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്കുണ്ടായാലും നിങ്ങളെ മക്കൾ പരലോകയാത്രയ്ക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടി പോകും കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയാൻ മതിയാവും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ, കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട, പേരൊന്നും പറയുന്നില്ല, വയസ്സ് 36, 34ാമത്തെ വയസ്സിൽ ക്യാൻസർ. ആ വീട്ടിൽ ഒറ്റ മകൻ ഡോക്ടർ മയ്യത്തും കൊണ്ടുപോവുകയാണ്. എങ്ങനെ ഉണ്ടാവും? ആ കുട്ടിക്കും ഇതുപോലെ മെഡിക്കൽ എൻട്രൻസ് കിട്ടിയതും MBBS കിട്ടിയതും PGക്ക് കിട്ടിയതും ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി കിട്ടിയതും ആ മാതാപിതാക്കൾക്ക് എത്രമാത്രം സന്തോഷവും ആനന്ദവും പകർന്നുണ്ടാവും ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ തന്നെ ആദ്യമായി കിട്ടിയ കോഴ്സായിരുന്നു ഒരു ഡോക്ടർക്ക്. ആക്സിഡൻറ്റിൽ മരിച്ചു. ആളെ ഞാൻ സൂചിപ്പിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. കോഴിക്കോട് പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലേ? അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിനും ഈ സ്ഥാനമാനങ്ങൾക്കൊന്നും വലിയ സ്ഥാനം കൽപ്പിക്കേണ്ടതില്ല. പക്ഷെ നമ്മളുടെ മനസ്സിൽ ഒരിക്കലും ഏത് ഖുർആൻ പറഞ്ഞാലും ഏത് ഹദീസിൽ വിശദീകരിക്കപ്പെട്ടാലും ഭൗതികമായ വളർച്ചക്കും ഉയർച്ചക്കും കാരണമാകുന്ന എല്ലാറ്റിനോടും നമ്മൾ അടിമയാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു വല്ലാത്ത അഡിക്റ്റിംഗ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ മക്കളെ ഒരു കാരണവശാലും മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന നിങ്ങളൊന്നല്ല,
നിങ്ങൾ ഇനി മക്കൾക്ക് എന്തെല്ലാം ഉയരങ്ങൾ ഉണ്ടായി കൊടുത്താലും ആ മക്കളുടെ ചോറ് വാരിത്തുന്ന നിങ്ങൾക്ക് അള്ളാഹു അവസരം തന്നോളുന്നില്ല. ഇതൊക്കെ പടച്ച തമ്പുരാൻ്റെ ഖദർ ഖലാ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ അറിയണം. അപ്പോഴാണ് നമ്മൾ നിലവാരമുള്ള വിലയുള്ള അതൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമല്ല. കുട്ടിക്ക് പഠിക്കാം, പഠിപ്പിന് കിട്ടിയിട്ടുണ്ടാവാം, കിട്ടാതിരിക്കാം. അതൊന്നും ഇവിടുത്തെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. കാരണം നമുക്ക് മടങ്ങുമ്പോൾ പോകുമ്പോൾ കൊണ്ടാകാനുള്ളത് എന്തെങ്കിലും എൻ്റെ മോൻക്കുണ്ടോ എൻ്റെ മക്കൾക്കുണ്ടോ എന്ന പരിശോധനയാണ് ഒരു മാതാപിതാക്കൾ, നല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും ആ നിലക്ക് നീങ്ങരുത്. എന്നിട്ട് ഞാൻ അടുത്ത അള്ളാഹു പറയുന്നത് നോക്കൂ, വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായോ പരോക്ഷമായോ നികൃഷ്ടതയിലേക്ക് നീങ്ങുന്ന ഒരു കാര്യത്തോടും അടുത്ത് പോകരുത്. ലാ തഖ്റബു, നിങ്ങൾ അടുക്കാൻ പാടില്ല. അൽ ഫവാഹിഷ, നികൃഷ്ടതകളോട്. മാ ലഹറ മിൻഹ, അത് പ്രത്യക്ഷത്തിൽ ഉണ്ടാകാം ആ ഫാഹിഷത്ത്, അല്ലെങ്കിൽ വമാ ബതൻ, അത് പരോക്ഷമാവാം. ഇപ്പോൾ നമ്മളുടെയൊക്കെ കയ്യിൽ ഒരുപാട് പ്രത്യക്ഷവും പരോക്ഷവുമായ ഫാഹിഷത്ത്, നികൃഷ്ടത നമ്മളുടെ കൈവശം ഉണ്ടാവും. എല്ലാ നല്ലവരുടെ കയ്യിലും ഉണ്ടോ? ആ മൊബൈൽ ഫോണൊന്ന് തുറന്നു നോക്കിയിട്ട് നിങ്ങൾ പോകുന്ന എല്ലാ വഴികളിലൂടെയും നിങ്ങളൊന്ന് തുറന്നു നോക്കി, അപ്പം കാണുന്നത് പ്രത്യക്ഷവും പരോക്ഷവുമായ ഫാഹിഷത്ത് ഇല്ലേ? കാണൂലേ? കാണും. കാരണം പഴയ കാലമല്ലല്ലോ. ഖുർആൻ പറയുന്നത് പ്രത്യക്ഷവും പരോക്ഷവുമായ നികൃഷ്ടത ഹറാമാണ്, നിഷിദ്ധമാക്കിയിട്ടുണ്ടല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മൊബൈലിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ കാര്യക്ഷമത സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ ആ മനുഷ്യൻ ഹറാമിലേക്ക് പോകും, സംശയമൊന്നുമില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിലക്കുകളാണ്. മൊബൈൽ എന്ന് പറഞ്ഞില്ല, അത് അള്ളാഹ്ക്ക് നോക്കിയൻ്റെ കമ്പനി പറയേണ്ട ആവശ്യമില്ല. എന്തേ പറഞ്ഞുള്ളൂ? പ്രത്യക്ഷവും പരോക്ഷവുമായ നികൃഷ്ടത ഉണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങൾ അടുക്കരുത്. പ്രത്യക്ഷവും പരോക്ഷവുമായി ഉണ്ടാകുന്ന നികൃഷ്ടത വരുന്ന ഒരു കാര്യങ്ങളെക്കൊള്ളയും നിങ്ങൾ അടുക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാൻ, വമൻ യഅസില്ലാഹ വറസൂല, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ഒരാൾ ധിക്കരിച്ചതൊക്കെ അങ്ങ് ചെയ്തു. ധിക്കരിച്ചിട്ട് അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ ഇതൊക്കെ ഖുർആനിലുണ്ട്. അതുപോലെ ഇപ്പോൾ ആരാ ജീവിക്കണോല്? ഈ പരിണോല് അങ്ങനെ ജീവിക്കണാലോ? അങ്ങനെയാണല്ലോ നമ്മൾ ന്യായീകരിക്കല്. ഈ പരിണോലൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ആരാപ്പം അങ്ങനെയുള്ളവര്? അങ്ങനെയല്ലേ? അതാണ് അള്ളാഹുവിനോട് റസൂലിനോട് ധിക്കരിച്ചു. ഹുദൂദഹു, അവൻ്റെ അതിർത്തികളെയും അതിർവരമ്പുകളെയും ഒക്കെ മറികടന്നുകൊണ്ട് ജീവിച്ചാൽ യുദ്ഖിൽഹു നാറാ, നരകത്തിൽ പ്രവേശിക്കും. ഇപ്പം ഒരു മയ്യത്തങ്ങ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറേ ആൾക്കാർ അല്ലാ പാവട്ടോ സാധുട്ടോ കുറേ ആൾക്കാർ മയ്യസ്കരിച്ചു, ഇതുകൊണ്ടൊന്നും എന്താകാൻ പോകുന്നില്ല, നരകത്തിന് കഴിച്ചില്ലാവില്ല. അപ്പോൾ ജീവിതത്തിൽ ഷിർക്കില്ലാതെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് ഒരു കാരണവശാലും, ഇപ്പം നമ്മൾ മാതാപിതാക്കളോടൊക്കെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ വല്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഷിർക്കിലേക്കാണ് പോവുക. ഒരുപാട് ഇപ്പോൾ ഒരു മയ്യത്തിൻ്റെ അടുത്ത് ഇപ്പോൾ പുതിയതായി തുടങ്ങിയ ഒരു മയ്യത്തിൻ്റെ ഏർപ്പാട് എന്താ വെച്ചാൽ, പള്ളിയിലേക്ക് മയ്യത്ത് കൊടുത്ത് ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ പറഞ്ഞ ടൈമിന് ബാക്കിയുണ്ടെങ്കിൽ ഒരു പുതിയ നമ്പർ തുടങ്ങിയിരിക്കണം. ഇപ്പം നമ്മളെ പള്ളികളിലൊക്കെ, മുജാഹിദ് പള്ളികളിൽ അല്ല ഞാൻ പറയുന്നത്, ആ നമ്പർ എന്താണെന്നറിയോ? മയ്യത്ത് മുന്നിലവിടെ കൊണ്ടേക്കുക. എന്നിട്ട് പള്ളിക്കലെ ഉസ്താദ് പറയാണ്, ജദ്ദിദു ഈമാനക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് എല്ലാവരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ. ഇതൊരു പള്ളി നിറയുള്ള ആൾക്കാർ ചെല്ലാൻ തുടങ്ങുമ്പം സത്യത്തിൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച്, ഞാൻ അങ്ങനെ തന്നെ എല്ലിയപ്പോൾ ഒരാൾ തന്നെ എല്ലിയിട്ടുള്ള ഹാല ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ഹാളിലുള്ള എല്ലാവരും കൂടി ഇതേമാതിരി ചൊല്ലി നോക്കി നിങ്ങൾ ലാ ഇലാഹ. ഈ മരിച്ച ആൾക്കുണ്ടല്ലോ, ഈ മയ്യത്തിൻ്റെ ഉടമസ്ഥന്മാർ, ഓൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാലം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും ബന്ധുവില്ലാത്തവരുടെ മയ്യത്തോടെ ഇവിടെ എന്താ ഹദീസ് ഉദ്ധരിച്ചത് നിങ്ങൾ? മുസ്ലിയാർ ഉദ്ധരിച്ച ഹദീസ്, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ പുതുക്കണം എന്നാ. ആരുടെ? ജീവിച്ചിരിക്കുന്നവരെ ഈമാൻ ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് നിങ്ങളുടെ ഈമാൻ പുതുക്കണം എന്ന് പറഞ്ഞത് ആരുടെ ഈമാനാ? ജീവിച്ചിരിക്കണോൻ്റെ. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മൂപ്പർ പറയുന്നത്, നമ്മളെ മരിച്ചുപോയ ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് നമുക്കെല്ലാവർക്കും കൂടിയിട്ട് എന്ത് ചെയ്യാം? ഈമാൻ പുതുക്കി കൊടുക്കാം. ചൊല്ലിക്കോളി എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇതെന്നാ പറയാണ് അരമണിക്കൂർ. മയ്യത്തിൻ്റെ ഉടമസ്ഥന്മാർ ആ ചെല്ലണ മൊയിലിയാരൻ്റെ അമ്മ വെക്കും, പക്ഷെ രണ്ടൂട്ടർ നരകത്ത് പോകും ചെല്ലിയതും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചെല്ലാൻ പഠിപ്പിച്ച സ്ഥലങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച മരിച്ചിട്ട് ബുധനാഴ്ചയാണ് മയ്യത്ത് മറാടിയത്. അതിനിടയിൽ ആരാണ് ഇത്രയും ദിവസം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചൊല്ലിയത്? ചോദിക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ, വിശുദ്ധ ഖുർആനെ പിൻപറ്റുന്നവരോടാണ് നിങ്ങൾ താക്കീത് നൽകേണ്ടത്. അല്ലാതെ വിശുദ്ധ ഖുർആനെ മാറ്റിവെച്ച ആൾക്കാരോട് നിങ്ങൾ താക്കീത് നൽകിയിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ ഒരു കൊല്ലായിട്ടുള്ളൂ ഈ പണി തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഉണ്ട്. ഇപ്പം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പള്ളിയിൽ മയ്യത്തോടെ കൊണ്ടുവച്ചത് ചെല്ലൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലായിട്ടുള്ളൂ. ഒരു കൊല്ലത്തിൻ്റെ അപ്പുറമില്ല എന്ന് എൻ്റെ അഭിപ്രായം. ഏകദേശം അതും ടൗൺ ഏരിയയിലില്ല, റൂറൽ ഏരിയയിലാണ് ഈ പണി നടക്കുന്നത്. ഇത് ഇനിയിപ്പോൾ നാളെ സ്ഥിരമാവും. നമ്മളൊരാളെങ്കിലും എതിർക്കുമ്പോഴാണ് എന്തുണ്ടാകുക? ആളുകൾ ചിന്തിക്കുക. എൻ്റെ ഇപ്പോൾ സാധാരണ ഗതിയിൽ ഒരു നിങ്ങൾ ഭരിക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വസിയത്ത് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങളെ പുരയിൽ പല ജാതി ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് മടവൂരി ഒരു മോൻ മടവൂരി, വേറൊരു മോന് ജിന്നൂരി, വേറൊരു മോന് അധികാരൂരി. മനസ്സിലായോ? ഇതിലിപ്പോൾ ഏതാ നിങ്ങളെ മോനെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ യഥാർത്ഥ മുജാഹിദ് എന്ത് ചെയ്താൽ മരിക്കുന്നതിൻ്റെ മുമ്പ് പല കാര്യങ്ങളും ചെയ്തു വെക്കണം. ഒരു മോനോ നല്ല തെബിലീഗ് ആയാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ലോകത്തുള്ള ബിദ്അത്ത് മുഴുവനും ഉണ്ടാവും. വസ്ത്രം അടിഭാഗം താഴോട്ടിറങ്ങരുത്, കുപ്പായവും താഴോട്ടിറങ്ങരുത് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അധികം താഴോട്ട് കുപ്പായം ഇറങ്ങാൻ പാടില്ല. ഈ ജുബ്ബിട്ട് ഇറക്കുന്നതല്ല, ഇസ്ലാമികമല്ല കേട്ടോ. ഒരു ജുബ്ബിട്ടോട്ട് ഇറക്കുന്നില്ല ഇപ്പോൾ, അത് ഇസ്ലാമികമല്ല. അടിവസ്ത്രവും കുപ്പായവും ഇറങ്ങരുതെന്നാണ് പറഞ്ഞത്. അടിവസ്ത്രം മാത്രം ഹദീസ് ഉദ്ധരിക്കും ആൾക്കാർ. നെരിയാണിക്ക് താഴെ വസ്ത്രം പോയാൽ അത് ഫഫിന്നാർ. അതുപോലെ തന്നെ കുപ്പായവും പരിധിക്കപ്പുറം താങ്ങാൽ അതും ഫഫിന്നാറാ, ഹദീസുണ്ട്. നിങ്ങൾക്കും സത്യത്തിൽ ഓലെ കാണുമ്പോൾ അങ്ങനെ ഒരു കുപ്പായ ഇട്ടാൽ തിരക്കില്ല എന്നുണ്ടോ? നിങ്ങൾക്കുണ്ടാവും. കാരണം എന്താ പറയുക, ഒരു വലിപ്പമുള്ള കുപ്പായ ഒരു ഇതൊക്കെ ഇട്ടാലോ എന്ത് നിലവാരം കിട്ടുമോ പുറത്തിറങ്ങിയാൽ? ഉണ്ട്, ഒരു നിലവാരം ഇവിടുന്നോ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. കുപ്പായത്തിലുള്ള നിലവാരം. കാരണം അത്രേ ഉള്ളൂ. പുറംപൂച്ചിൻ്റെ മുകളിൽ നിലവാരം ഉണ്ടാക്കുന്ന ടീമാണ് അപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നിങ്ങൾ വസിയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ നിങ്ങൾ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് അധിക സമയം പുരയിൽ വെക്കരുത്. കാരണം അത് നബീൻ്റെ ചര്യൻ. അത് ഒരു ജീഫത്ത് ഉണ്ടല്ലോ മയ്യത്ത്, അത് വീട്ടിൽ ബൈന ലഹ്റയാഹ്ലിഹീന, കുടുംബത്തിൻ്റെ മുമ്പിൽ വെക്കാൻ പാടില്ല. എവിടെയില്ലല്ലോ മയ്യത്തിന്. നമ്മളെ കേരളത്തിലുള്ള എത്ര വലിപ്പം? കേരളത്തിൽ മയ്യത്തിൻ്റെ ഭയങ്കര വലിപ്പം. ചിലവർ പറഞ്ഞത് മയ്യത്ത് അന്യ ജാതികൾ കാണാൻ പറ്റുമോ? മയ്യത്ത് കാണലെന്നെ ഉന്നത്തില്ല, നിങ്ങൾ തന്നെ കാണൽ ഉന്നത്തില്ല ഇസ്ലാമിൽ. നമ്മളതിന് ഗൾഫിൽ നിന്നൊക്കെ ഭരിച്ചാൽ അങ്ങോട്ട് കൊണ്ടുവരിക, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് പ്ലെയിനിന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ കൊടുന്ന് നോക്കുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ കാർ വർണ്ണൻ്റെ നിറ, നീല നിറം. അപ്പോൾ ഓള് പറഞ്ഞതിൻ്റെ ഇയാപ്പിളല്ല എന്ന്. കാരണം ഇവിടുന്ന് പോകുമ്പോൾ ഇയാപ്പിളുടെ അറതല്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് അറബികൾ ചോദിക്കും പൊട്ടന്മാർ അമുക്കുകൾ എന്നാ പറയുക. പൊട്ടന്മാരെന്നല്ല, അമുക്കുകൾ, വിഡ്ഢികൾ. യാ അഹ്മഖ് എന്നാ വിളിക്കുക തന്നെ ഇവനെ. മയ്യത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടേ. ഓൾക്ക് ഭയങ്കര അത്ഭുത. ഓല അവിടുന്ന് മരിച്ചാലും അറിയാം നേരെ ഹോസ്പിറ്റലിലേക്കാണ്, ഹോസ്പിറ്റലിൽ നേരെ കബറും കാട്ടിലേക്കും. നമ്മളവിടെ അങ്ങനല്ല. നമ്മളവിടെ അങ്ങനെ ഇനി കാണാൻ ആരെയും ബാക്കിയുണ്ടോ ഹേയ് കണ്ടാൽ ഒരു മയ്യത്ത് കണ്ടാൽ അലൈക്കസ്സലാം എന്ന് പറയും. അപ്പം ഞാൻ മരിച്ചിട്ട് നിങ്ങൾ വന്ന് എന്നെ കണ്ടാൽ അല്ലാഹുമ്മ ഗ്ഫിർലി അബ്ദുൽ ലത്തീഫിന് പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്നൊന്ന് പറയാ. കാണൽ സുന്നത്തല്ല. അപ്പോൾ പലതരം വിദഗ്ധകളും മയ്യത്തിൻ്റെ മുകളിൽ വരുന്നതിനെ കൊണ്ട് അതൊക്കെ എഴുതിയേക്കണം. വസിയത്ത് ഖുർആൻ ഓതരുത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ പുരയിൽ ഒരു മോൻ സുന്നിയാ നിൽക്കുക, വാപ്പ മരിച്ചവൻ ഓതും. അപ്പം ഒരു ഏട്ടൻ മുജാഹിദാ നിൽക്കുക, അപ്പം ഖുർആനൊക്കെ എടുത്തുകൊണ്ട് പോകും മുജാഹിദായേട്ടെ. അപ്പം ഓൻ്റെ പുരയുള്ള എടുത്തുകൊണ്ടേ അടുത്ത പുരയുള്ള എടുത്തുകൊണ്ടേ ഇപ്പം ഖുർആൻ ഓതാണ്ടൊക്കെ അഞ്ചനെന്ത് ചെയ്തു വെച്ചാൽ ഉള്ളു അല്ലാഹു ആയതും ഇതാജായി ഓതൽ തുടങ്ങി. അതിനിപ്പം ഖുർആൻ തന്നെയല്ലേ, അതിനിപ്പോൾ ഖുർആനൊന്നും വേണ്ടല്ലോ.
നേരം വെളുത്ത് വൈകുന്നേരമാവുള്ളൂ ഇതാജാവതി കുൽവല്ലാവായതും. അങ്ങനത്തെ പല വാശിക്കാരായ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ വസിയത്ത് ചെയ്ത് വെക്കണം, എൻ്റെ മയ്യത്ത് ഇങ്ങനെ ചെയ്യണം, എൻ്റെ മയ്യത്തിന് തൽക്കീം ചെയ്യരുത്, ഓതരുത്. മനസ്സിലേ? തൽക്കീം എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ? അതൊക്കെ രണ്ടാമതിപ്പോൾ വരാൻ പോവുക. കാരണം എല്ലാവരും ഇപ്പം പുതിയത് ഇങ്ങനെ പഴയതൊക്കെ പൊടി തട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ജിന്നായിട്ട് വന്നപ്പോഴേ എന്നാൽ നമുക്കിതൊക്കെ പൊടി തട്ടിയെടുക്കുക പഴയതൊക്കെ ഉള്ളവർക്ക് ഓലിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് മയ്യത്താണ്ട് കൊണ്ടു ചെന്നാൽ കുഞ്ഞു വലിയമാർ മെല്ലെ പള്ളിൻ്റെ അകത്തേക്ക് വെക്കാം. ഇപ്പം അതല്ല, ഇപ്പോൾ ഇങ്ങനെ വലിയ ജുബ്ബിയൊക്കെ ഇട്ടിട്ട് വരിക, നല്ല ബണ്ണും ഉണ്ടാവും. കാരണം ആരാൻ്റെ ചോറിങ്ങനെ തിന്ന് നയിച്ച് തിന്നൊന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബണ്ണാണ്, ബാക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തിന്നിട്ട് വന്നിങ്ങനെ നോക്കുക ചെയ്യുക മയ്യത്തിൻ്റെ മുകളിലേക്ക്, ഇത് വല്ലതും കിട്ടാൻ ടൈമിലുള്ളതൊക്കെ. അപ്പോൾ എന്താ ഇതാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അസ്റക്കാനിൽ അസ്വദാൻ, കറുത്ത കരിമുട്ടാളന്മാരായ പൂച്ചക്കണ്ണന്മാരായ രണ്ട് മലക്കുകൾ എൻ്റെ അടുത്ത് വരുന്ന ആദ്യം തൽക്കീൻ ട്യൂഷനാണ്. തൽക്കും ഭാഗത്ത് കുത്തിരിക്കുക. നമ്മളെ വാപ്പൻ്റെ മയ്യത്ത് മറമാടി ഇതൊക്കെ വെച്ചതിൻ്റെ ശേഷം മൂപ്പര് അടുത്തുനിന്ന് പറയാണ്, നിങ്ങളെടുത്ത് ഇപ്പോൾ 2 പൂച്ചക്കണ്ണന്മാരായ നെരിയാണി വരെ മുടിയുള്ള കറുമുട്ടന്മാരായ 2 ആൾ ഇപ്പോൾ വരും. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിക്കുക, പച്ചാപ്പകൽ ഇങ്ങനെ ഒരാളെ കണ്ടു നിൽക്കുക, നെരിയാണി വരെ മുടിയൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കറുത്ത കരിമുട്ടാളന്മാരായ 2 എണ്ണം. എന്നിട്ട് പോലെ എന്നോട് വന്ന് ചോദിക്കും, എൻ്റെ റബ്ബാരാണ്. അങ്ങനെ മൻ റബ്ബുക്ക ഒമൻ ഇമാമുക്ക ഒമൻ നബിയുക്ക ഒമ ദീനുക്ക എന്നൊക്കെ ചോദിക്കൂ. ഫക്കുൽ ബിലാ ഫസൈൻ, ഒരു പേടിയും കൂടാതെ പറഞ്ഞേക്കേണ്ടത്. മൂപ്പരോട് പുറത്തു നിന്നിട്ട് മൂപ്പരകത്തിട്ടിട്ട് പറയണ്ട. ഇല്ലേ ഇപ്പം രണ്ടാമത് തുടങ്ങിയിരിക്കുന്നു. ഈ ലായിലായിലുള്ള വരുന്ന മറ്റോ പറ്റും. കാരണം എന്താ അറിയോ, ഈ മുജാഹിദുകളുടെ ശക്തമായ പ്രവർത്തനം ഈ കേരളത്തിലുണ്ടായതുകൊണ്ടാണ് സുന്നി മുസ്ലിയാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത്, വിദേഹത്തുകൾ കയറ്റിവിടാൻ കഴിയാത്തത്. കാരണം നമ്മൾ തടയും. അത് തടസ്സം കുറവുള്ള ജില്ലകളിൽ നിങ്ങൾ നോക്കേണ്ടി, കാസർഗോഡ് മംഗലാപുരമൊക്കെ ഭാഗത്ത് പോയി നോക്കേണ്ടി, മഗ്‌രിബ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് കാണാം നിലവിളക്ക് എത്തിക്കുന്നത്. പോയി നോക്കേണ്ടി, വെറുതെ പറഞ്ഞൊന്നല്ല. അതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിയാക്കന്മാർ നമ്മളിങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ പോവുക. മുജാഹിദുകൾ ഇങ്ങനെ പിരിയുകയും അതിന് വിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പിരിഞ്ഞപ്പോൾ അതിനൊന്ന് വിരിഞ്ഞ് കണ്ടില്ലേ, ഒന്ന് പിരിഞ്ഞ് അപ്പോൾ ഒന്ന് വിരിഞ്ഞ്. അപ്പോൾ സുന്നി മൊയ്ലിയാർ പറയും, ഞങ്ങളിങ്ങനെ പിരിയുകയും വിരിയുകയും ചെയ്താൽ ഞങ്ങൾ ചിലപ്പോൾ ജാറം നിർത്തിയിട്ട് വിഗ്രഹം തന്നെ ആരാധിക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് മര്യാദക്കായി ഓൽക്കം പൂതിയുണ്ട്, നമ്മളൊന്ന് നന്നാവേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഒരു തിന്മകളും ചെയ്യരുത്. അങ്ങനെ വരുന്ന അവസ്ഥകൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. പ്രത്യക്ഷവും പരോക്ഷവുമായ നികൃഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഹജ്ജിനും പോകുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഉംറക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രത്യേക കാര്യമില്ല കേട്ടോ. അതാണ് പറഞ്ഞത്, ഒമൻ യഅസില്ലാഹ വറസൂല, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ ധിക്കരിച്ച ഒരാൾ ജീവിച്ചു, വയതഅദ്ദ ഹുദൂദഹു, അവൻ്റെ നിയമാതിർത്തികൾ അതിലംഘിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ യുദ്ഖിൽഹു നാറ ഖാലിദൻ ഫിഹാ, ശാശ്വതമായ നരകത്തിൽ കയറ്റും. വലഹു അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ. അള്ളാഹിൻ്റെ നിയമാതിർത്തികൾ അതിലംഘിച്ച് ജീവിച്ചാൽ നിന്ദ്യമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അതിൽ ഒരു വിലക്കാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസർ, കള്ള് ചൂതാട്ടം, വൽ അൻസാബ് പ്രതിഷ്ഠ വെക്കൽ, വൽ അസ്ലാം പ്രശ്നം വെച്ച് നോക്കുക, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനമാണ്. ഇതൊക്കെ നമുക്ക് കള്ള്, ചൂതാട്ടം, ഷോഡതി, പ്രതിഷ്ഠ വെക്കൽ, ഭാഗ്യക്കുറി നോക്കൽ, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു, നിങ്ങളതെല്ലാം വെടിയണം. കള്ളു കുടിക്കരുത്. ഇസ്ലാം ഖുർആൻ വിലക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകത്ത് മദ്യത്തിൻ്റെ ഷോപ്പുകൾ തുറക്കണോ തുറക്കണ്ടേന്നാ ചർച്ച അല്ലേ? നല്ല കള്ള് ഷാപ്പ് തുറക്കണം എന്നാ. നല്ല കള്ള് ഷാപ്പ് പറഞ്ഞാ നായിക്കാട്ടത്തിൻ്റെ മുകളിൽ പൂവിട്ടിട്ട് നല്ല നായിക്കാട്ടെന്ന് പറയാൻ പറ്റുമോ? നല്ല നായിക്കാട്ടുണ്ടാവും അപ്പോൾ ഇതിൽ. എന്നിട്ട് ചിലർ പറയുന്നത് അറിയോ, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആൾക്കഹോൾ കുടിക്കണമെന്നൊക്കെ എന്താ പറയലോ അറിയോ, ദശമൂല ഇഷ്ടത്തിൽ ആൾക്കഹോൾ ഉണ്ട് കേട്ടോ. ഉണ്ട്. പിന്നെ എല്ലാ ടോണിക്കിലും ഉണ്ടല്ലോ ആൾക്കഹോൾ, കഫ് സിറപ്പിലുണ്ടല്ലോ. മനസ്സിലല്ലേ? പുതിയ നമ്പർ ആയിട്ട് നടക്കുക.
അനക്ക് കള്ളു കുടിക്കാനും കുടിച്ചാൽ പോരെ? അത് വിജയിക്കണമെങ്കിൽ എന്നാ പറഞ്ഞത്. ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, സ്വർഗമെന്ന വിജയം നിനക്ക് വേണോ? കള്ളൊഴിവാക്കണം പറ്റില്ല. റസൂലുള്ള വ്യാഖ്യാനിച്ചു ആയത്തിനെ, ഇന്ന അലല്ലാഹി അഹദൻ ലിമൻ യശ്റുബു അൽ മുസ്കിർ അൻ യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് കള്ളു കുടിക്കുന്നവനക്ക് തീനത്തുൽ ഖബാൽ കൊടുക്കൽ. പരലോകത്തിനെ കള്ളു കുടിയനക്ക് തീനത്തുൽ ഖബാൽ കൊടുക്കണം. ഖാലു യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഖാല, നബി പറഞ്ഞു, ഇർഖു അഹ്ലിൻ നാർ ഔ ഉസാറത്തു അഹ്ലിൻ നാർ, നരകത്തിൽ പ്രവേശിച്ച ആളുകളുടെ ചലം ഉരുകിയത്, അത് കുടിപ്പിക്കൽ കള്ളുകുടിയന് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കി കളി അറിഞ്ഞിട്ട് പിന്നെയും കള്ളു കുടിക്കുന്നവരുണ്ട്. ചിലവര് കള്ള് കുടിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മിക്കവാറും ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഇസ്ലാഹി സെൻട്രേറ്റൊക്കെ ഒരു 10 ലക്ഷം ആളുകൾ ഒരു ഗൾഫ് രാജ്യത്തുണ്ടെങ്കിൽ അതിലൊരു 100 ആൾ മാത്രമേ ഇസ്ലാഹി സെൻട്രേറ്റും മുജാഹിദ് പ്രസ്ഥാനമായിട്ടൊക്കെ ബന്ധപ്പെടുള്ളൂ. ബാക്കിയുള്ളവരും എന്തിട്ട് ബന്ധപ്പെടില്ല. കാരണം ഈ നല്ല മനുഷ്യന്മാരെ കൂടെ നടന്നാൽ കള്ളുടിക്കാൻ കഴിയില്ല. മനസ്സിലായേ? നല്ല മനുഷ്യന്മാരെ കൂടെ കൂടി ചേർന്നാലേ അപ്പോൾ കള്ളുടിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എവിടെ ചതാ തിരഞ്ഞെടുക്കുക. അപ്പോൾ UAE പ്രത്യേകിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഒരുപാട് ആളുകൾ കള്ളുടിയന്മാരാണ്. അവരറിയുന്നില്ല ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന്. ഓനും മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മയ്യത്ത് അവിടെ കൊണ്ടുവച്ചിട്ട്, കാരണം ഗൾഫുകാരനാണല്ലോ, അവൻ്റെ വാപ്പ ഗൾഫുകാരനാണല്ലോ, മൊയ്ലിയർ പൈസ കൊടുക്കുമല്ലോ മൊയ്ലിയർക്ക്. അപ്പോൾ മൊയ്ലിയർ എന്ത് ചെയ്യും? മയ്യത്തവിടെ കൊണ്ടുവച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് അള്ളാനെ പറ്റിക്കുക. അപ്പം ഇനിയിപ്പോൾ ഏതോ ആളായിക്കോട്ടെ, നല്ല ആളായാൽ മിള്ള, ചീത്ത ആളായാൽ മിള്ള. നല്ല ആളാണെങ്കിൽ റസൂലുള്ള പറഞ്ഞെന്താ? ഇസ്രിഉ ബിൽ ജനാസ, മയ്യത്ത് വേഗം കൊണ്ടുപോയിക്കോളി. നല്ല ആളാണെങ്കിൽ ഫൈൻതക്കു സാലിഹ, നല്ല മനുഷ്യനാണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമുനഹ ഇലൈഹി, അദ്ദേഹം ചെയ്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ അദ്ദേഹത്തെ ഖബറിലേക്ക് വെച്ചു കൊടുക്കണം. വേഗം കാത്തിക്കരുത്. വൈൻതക്കു ഗൈറു സാലിഹ, മോശമായ മനുഷ്യനാണെങ്കിലോ, ഒരു മോശപ്പെട്ട മനുഷ്യനാണ്, എന്നാലും എന്ത് ചെയ്യണം? വേഗം കൊണ്ടുപോകണം. കാരണം എന്താ? ഫഷറും തളൗനഹും അൻ റിഖാബിക്കും, ആ മയ്യത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ പെരടി നണ്ട് ഇറക്കിയ ചളി വേഗം. പോരക്കാർക്കും അങ്ങനെ തന്നെ ആവശ്യവും. മരിച്ചാൽ പിന്നെ അധികം നേരങ്ങളെ വീട്ടിൽ നിർത്തുന്നതിന് വലിയ താല്പര്യം ആർക്കും ഇല്ല. ഉണ്ടാവുമോ? ഇല്ല. പെണ്ണുങ്ങളാണെങ്കിലും പറയും, ഇന്നലെ രാത്രി മരിച്ചതാ, ഒരു വെള്ളം, ചായൻ്റെ വെള്ളം കുടിച്ചില്ല. ഒരു പറയുന്നുണ്ട്, പക്ഷെ ആരോടെയും പറയാൻ പറ്റുമോ? പറഞ്ഞാലുണ്ടാകണം ആ അവസ്ഥ ആലോചിച്ചിട്ട്. വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, കുടിക്കണമെന്നുണ്ട്, പക്ഷെ കുടിച്ചാലൊക്കെ ആൾക്കാർ പറയും, എന്താണ് പിയാപ്പിള മരിച്ചിട്ട് ഓളിപ്പോൾ വെള്ളം കുടിക്കുക. ചിലവരെന്തായി അറിയോ? വെള്ളം കിട്ടാൻ വേണ്ടി ചില പെണ്ണുങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, എന്നിട്ട് ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ ആൾക്കാർ വെള്ളം കുടിച്ച മോളെ അറിഞ്ഞ് വെള്ളം കുടിച്ചപ്പോൾ വെള്ളം കിട്ടും. അപ്പോൾ ഈ കരിയണ കുട്ടിക്കല്ലേ പാലിട്ടുള്ളൂ. കരിയണ നിങ്ങൾ മരിച്ചിട്ട് ഓക്ക് വെള്ളം കുടിക്കണ്ടേ? നമ്മൾ മരിച്ചതിന് ഓള് വെള്ളം കുടിക്കാനൊക്കെ ആവശ്യമില്ല. ഉണ്ടോ? അത് ഇസ്ലാമികാണോ അങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ? അല്ലല്ലോ, അത് പീഡനല്ലേ, ശാരീരിക പീഡനം. അപ്പം അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളൊന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഏതാകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിലെ നിയമങ്ങൾ, ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് മദ്യം കാരണത്താൽ അദ്ദേഹത്തിന് ഒരുപാട് അപകടങ്ങൾ വരാനുണ്ട്. അദ്ദേഹം നരകത്തിലേക്ക് ചെല്ലും. നരകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പാപികളായ ആളുകളുടെ ചലം അള്ളാഹു അവനെ കൊണ്ട് കുടിപ്പിക്കും. ഇതുപോലെ തന്നെ അള്ളാഹു വിലക്കിയ മറ്റൊന്നാണ് ലാ തഖ്റബുസ്സിന, വ്യഭിചാരം കൊള്ളടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല, ഏറ്റവും മോശമായ വഴിയാണത്, ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനവുമാണ്. അടുക്കാൻ പാടില്ല എന്ന ഖുർആൻ്റെ പലപ്പോഴുള്ള പ്രയോഗം. അടുക്കാൻ പാടില്ല പറഞ്ഞാൽ എന്താണോ? ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കേണ്ട വെറും ജനനേന്ദ്രിയങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലാണെന്ന് അല്ല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യഭിചാരമുണ്ട്. എല്ലാ അവയവങ്ങളും വ്യഭിചരിക്കും അല്ലേ? അങ്ങനല്ലേ? കണ്ണ് വ്യഭിചരിക്കാറില്ലേ? ഉണ്ട്. കണ്ണ് വ്യഭിചരിക്കും. റസൂലുള്ള പറഞ്ഞ അതാണ്, അൽ ഐനാനി, 2 കണ്ണുകൾ, സിനാഹുമാ, 2 കണ്ണുകൾക്കും വ്യഭിചാരമുണ്ട് എന്നുള്ളൊരു നോട്ടാണ്. കണ്ടില്ല നിങ്ങൾ? വായ നോക്കിക്കുന്നുണ്ട് ഓരോരുത്തയാലും അതിൻ്റെ എന്തുണ്ടായാലും. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ വയലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാക്കി, അപ്പം ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ കരണ്ട് പോകും. അപ്പോൾ വേണ്ട, കറാമത്തുണ്ടോ ഇല്ലയെന്നോ ഒപ്പം ചിന്തിക്കടാ, അവിടെ വിളിച്ചറിയും. അങ്ങനെ വിളിച്ചറിയലുണ്ട് കേട്ടോ. നമ്മൾ പറയും അപ്പോൾ കറാമർപ്പാണ്.
അപ്പോൾ ഏതാട്ടെ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ വ്യഭിചാരം കണ്ണുകൊണ്ട് വ്യഭിചരിക്കാം. ഒരുപാട് ആൾക്കാരുണ്ട്. 9th പഠിക്കുന്ന കുട്ടികളാണിപ്പം. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് കൗൺസിലർ നമ്മളുടെ ഒരു പരിപാടിക്ക് വേണ്ടി വന്നവൻ പറഞ്ഞു, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 3 പ്രാവശ്യം DNC ചെയ്യേണ്ടി വന്നു. അത്ഭുതമല്ലേ? ആരും അറിയുന്നില്ല. അതാണ് അടുക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ പെൺകുട്ടികളെ അടുക്കുന്ന രൂപത്തിൽ വസ്ത്രം ഇട്ട് കൊടുക്കുക, ചന്തിട്ടോ പള്ളട്ടി എന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുത്തരം ഇങ്ങനെ കാലും കയ്യും ഇതൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് അവയവങ്ങൾ മുഴുവൻ പുറത്തേക്ക് തള്ളി അത് വേഗം വിറ്റു ചോദിച്ചിട്ടാ ആണോ? ഒരു ടീഷർട്ടും ഒരു ജീൻസും മോക്ക് ഉമ്മ പർദ്ദയും ഉമ്മ, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മൂര്യണ്ടിക്ക് കമാനം കിട്ടിയ മാതിരി അതും. നക്കാബ് എന്നാ പറയാ, നക്കാബ് ആ കമാനത്തിന് കേട്ടോ. അതൊന്നും ഇസ്ലാം പറഞ്ഞതല്ല, അതൊക്കെ ഈ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാ, റസൂല പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ആൾക്കാർ എന്നിട്ടോ ഓക്ക് ഇതൊക്കെ കെട്ടിക്കൊടുത്തു. മൂപ്പര് ഫുൾ ടോപ്പിൽ, മൂപ്പരെല്ലാ പൊടുകളിൽ നോക്കി നടക്കുക. നക്കാബ് കെട്ടിക്കൊടുത്തതേ. നക്കാബ് കെട്ടിയാലൊക്കെ നമുക്ക് അറിയും ചെയ്യാം. നക്കാബ് കെട്ടാൻ നിലവിളിച്ച് വയലു പറഞ്ഞോലി അറിയാം കേട്ടോ. നക്കാബിന് വേണ്ടി ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നക്കാബ് വേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. ഫാഹിഷത്താണ് ഈ. നിങ്ങൾ വിചാരിക്കേണ്ട വ്യഭിചാരം എന്ന് പറഞ്ഞത് വെറും ലൈംഗികമായ ബന്ധത്തിനല്ല ഇസ്ലാം എന്ത് പറഞ്ഞത്, സിന എന്ന് പറഞ്ഞത് കേട്ടോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സ് വ്യഭിചരിക്കൂലേ? വൽ ഖൽബു, മനസ്സ്, സിനാഹു, അതിൻ്റെ വ്യഭിചാരം എന്താ? തമന്ന, ആഗ്രഹിക്കലാണ്. ഒരു ആഗ്രഹം, അത് വ്യഭിചാര. അൽ ഉദ്നാനി, 2 ചെവികൾ, സിനാഹുമ, അവ രണ്ടും വ്യഭിചരിക്കും, 2 ചെവികളും. അതെങ്ങനെ? അൽ ഇസ്തിമാൾ, തോന്നിയാസം കേൾക്കൽ. തോന്നിയാസം കേൾക്കൽ വ്യഭിചാര. അല്ലേ? അപ്പം നിങ്ങൾ വ്യഭിചാരം കൊള്ള അടുക്കരുത്, അള്ളാൻ്റെ വിലക്കാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ നല്ല വസ്ത്രധാരണ രീതി ചെറുപ്പം മുതലേ നൽകണം. മിക്കവാറും ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, ചെറുപ്പക്കാർത്തി പെണ്ണുങ്ങളൊക്കെ നല്ല ടോപ്പിലാ വസ്ത്രം ധരിക്കുക. അതിലൊരു ഉമ്മാമുണ്ടാവും, അത് നല്ല പർദ്ദയൊക്കെ ഇട്ട്, അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? കാരണം അതാരും നോക്കൂല. അപ്പം അതിനും മതിയായി, ഞാനും ആരും നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുക. നോക്കാൻ ലേശം തൊലിവെളുപ്പും കുറച്ച് ശരീരത്തിന് സൗഷ്ഠവുമുള്ള ആൾക്കാർ മുഴുവനും നടക്കുന്നത് എന്ത് മുസ്ലിമാന്ന് കണ്ടും കാര്യമില്ല. പർദ്ദയാണെങ്കിൽ പർദ്ദ, ബോഡി ഷേപ്പ് പർദ്ദ, അല്ലേ? ആർക്കും വേണ്ട ശരീരത്തിന് വിട്ടിക്കുന്ന വസ്ത്രം, ശരീരത്തിന് ഒട്ടിപ്പിടിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് കാമ്യമായി തോന്നണം. ആ നിലക്കാണ് ആളുകൾ ജീവിക്കുന്നത്. ഇതൊക്കെ സിനയാണ്. അല്ലാണ്ട് ഞാൻ വ്യഭിചരിക്കില്ല അത് കാര്യമില്ല. മക്കൾക്കൊക്കെ നല്ല ധാർമ്മികമായ വസ്ത്രധാരണ രീതിയൊക്കെ കൊടുക്കണം. ഒരു 8 വയസ്സുകാരൊക്കെ ഇപ്പോൾ 8 വയസ്സും വരെയും പറയാൻ പറ്റൂല, അല്ലേ? ഇപ്പം 2 വയസ്സായതിന് 6 മാസമായതിനൊക്കെ ആളുകൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പീഡിപ്പിക്കുക, ഒരു പുതിയ ജാതി വേടും, അല്ലേ? എല്ലാ ആളുകളുടെയും മനസ്സ് ദുഷിച്ചിരിക്കുകയാണ്. ദുഷിപ്പിക്കാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. മോഡൽസ് പടച്ച തമ്പുരാനെ, നാട്ടിൽ ഷെയ്ത്താനേക്കാൾ മോശപ്പെട്ട പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടാവും, മനസ്സിലായി? മുടിയും കോലും താടിയും, മുടിയൊക്കെ അങ്ങനെ കോമറേ നായ്ക്കുട്ടിക്ക് മുടി കെട്ടി കൊടുത്തായിരിക്കുക, അല്ലേ? മരിച്ചോട്ടക്കും വരും ജാതിയൊക്കെ. അപ്പോൾ ആൾക്കാർ അപ്പുറത്ത് കൂടെ പോയിക്കോളി, മുന്നിൽ കൂടെ വരണ്ട, കാരണം നിങ്ങളെ കണ്ടാലേ അത് മരിച്ചോട്ടക്ക് പറ്റൂല. കല്യാണപ്പറലേക്കാണ് നിങ്ങൾ വന്നോളി, കാരണം ഓൾക്ക് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഓല് മാലാകമാരമായിരി ഹൂർലിങ്ങളമായിരി വരിക. അപ്പോൾ സാധാരണ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ തീ കുത്തിരിക്കുന്നുണ്ടാവും, മനസ്സിലായോ? ഓൽക്കിപ്പോൾ എന്താ തോന്നുക അറിയോ? മൂപ്പര് ഇന്ത്യയാളാ, ഇങ്ങനെ പല നമ്പർ ഈറ്റാ കുത്തിരിക്കുക. പിന്നെ ഖുർആൻ ക്ലാസ്സിന് പോയോ? പിന്നെ CD ഡബിളില്ല, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന പരിപാടിയല്ലേ.
സ്റ്റേറ്റ് കമ്മിറ്റി എണ്ണ നടത്തുമ്പോഴേക്കും അതിൽ പങ്കെടുത്താലും അത് അല്ല സ്വർഗത്ത് കയറും കേട്ടോ, മര്യാദക്ക് ജീവിച്ചോളി. അപ്പം കൽപ്പനകൾ എന്താണ്? ഒന്ന്, വ്യഭിചരിക്കരുത്. ഇനിയോ, വഞ്ചിക്കരുത്. കൽപ്പനകളാ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഖുർആൻ പറഞ്ഞ കൽപ്പനകൾ. വമൻ യഗ്ലുൽ യഅ്തി ബിമാ ഖല്ല യൗമൽ ഖിയാമ. എന്ത് വഞ്ചിച്ചെടുത്താലും ആ വഞ്ചിച്ചെടുത്ത മുതലേറ്റ് പരലോകത്ത് വരും. ഇപ്പോൾ സ്കൂട്ടറൊക്കെ കക്കടമില്ലേ, അതൊക്കെ സ്കൂട്ടറേറ്റാണ് നിൽക്കുക പരലോകത്ത്. അല്ലേ തന്നെ നിൽക്കാൻ വയ്യ. ലോറി കട്ടോട്ടൊക്കെ ഹാലാലോചിച്ച് നോക്കുക. ചക്കിയും മാങ്ങിയൊക്കെ ആണെങ്കിൽ പിഞ്ഞ് നിൽക്കാൻ നിൽക്കുക. ഭയങ്കര. ഞാൻ ചിലപ്പോൾ ചിന്തിക്കലുണ്ടത്, ഇത് കട്ട മുതലേറ്റ് ആ പരലോകത്ത് തലേ കയറ്റി നിൽക്കുക, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്. എന്തൊക്കെയാണോ സമ്പാദിച്ചതിന് പൂർത്തിയായിട്ട് കൂലിയും കൊടുക്കും. വഞ്ചിക്കാൻ നിൽക്കരുത് കേട്ടോ. വഹും ലാ യുദ്ലമൂൻ. അനീതി അല്ല അവരോട് കാണിക്കൂല. അപ്പോൾ വഞ്ചിച്ചിട്ട് ഒരാളെയും വഞ്ചിച്ച് ഒരു മുതലുണ്ടാക്കരുത്, ഒരാളുടെ മുതലും. മൻ ഖശ ഫലൈസ മിന്ന. വഞ്ചിച്ചാൽ മുസ്ലിമേ അല്ല. ഒരു മുസ്ലിം വഞ്ചിക്കരുത്. കൽപ്പനകൾ അല്ലാൻ്റെ അരുത് അരുത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ അനാഥയുടെ മുതൽ തിന്നരുത്. അപ്പോൾ മരിക്കുമ്പോൾ കുട്ടികളൊക്കെ മൈനറായിരിക്കും. മൈനറായ ആളുകളുടെ മുതൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ സാധാരണഗതിയിൽ ഒരു 10 ലക്ഷം റുപ്യ ഒരാൾ മരിക്കുമ്പോൾ ആ ഒരു മൈനറായ കുട്ടിൻ്റെ പേരിലുണ്ടെന്ന് സങ്കല്പിക്കുക. ആ മുതൽ കൈകാര്യം ചെയ്യുന്നത് ഈ കുട്ടിൻ്റെ ഉപ്പാൻ്റെ അനുജൻ, അതായത് എളാപ്പയാണെന്ന് സങ്കല്പിക്കുക. 10 ലക്ഷം റുപ്യ. അപ്പോൾ ആ 10 ലക്ഷം റുപ്യ വെറുതെ നശിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് എളാപ്പ എന്ത് ചെയ്തു? ബിസിനസ്സിൽ മുടക്കി. അങ്ങനെ ബിസിനസ് വളരെ ശക്തി പ്രാപിച്ചു, വളരെ ഉന്നതമായ നിലക്കത് വളർന്നു. ഇനി മരിക്കാൻ ആ കുട്ടി മേജറായി വന്നപ്പോൾ സത്യസന്ധനായ ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ ഉപ്പാൻ്റെ 10 ലക്ഷം റുപ്യ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. 10 എടുത്തത്, 15 ഇതാ. മതിയാവോ? വളർന്നത് മുഴുവൻ ഓൻ്റെതാ. നിനക്കതിൽ നിന്ന് എന്തെടുക്കാൻ പാടുള്ളൂ? നദ്വാനത്തിൻ്റെ വിഹിതം. ബാക്കി മുഴുവൻ കുട്ടിൻ്റെതാ. കേട്ടോ ഖുർആൻ? ഇന്നല്ലദീന യഅ്കുലൂന അംവാൽ യതാമാ ളുൽമൻ. അന്യായമായി യതീമക്കളുടെ മുതൽ തിന്നുന്നവർ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ. നരകത്തിലെ തീയെടുത്താ തിന്നുന്നത്. യതീമക്കളെ മുതൽ തിന്നുന്നത്. ഞാനിപ്പോൾ യതീമക്കളെ മുതൽ കൈകാര്യം ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ എൻ്റെ ആ മുതലെടുത്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ബിരിയാണി എന്തുകൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ്? തീയിൻ്റെ ഉണ്ടോണ്ട് കേട്ടാ. അയ്യുമാ ലഹമിൻ നബത്തമിൻ സുഹത്തിൻ. ഹറാമായ സാധനം തിന്നാൽ ഫന്നാറു ഔലാലഹും. അവർക്ക് നരകം ഉറപ്പായി കേട്ടോ. അപ്പോൾ തിന്നുന്ന മുതലൊക്കെ ഒന്ന് നോക്കിക്കാണ്ട്. അനാഥകളുടെ മുതൽ തിന്നരുത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പലിശ, അതും തിന്നരുത്. തിന്നേണ്ട കാര്യമാണത്. അതിന് അള്ളാഹു പറഞ്ഞത് നമ്മളെ വിളിച്ചിട്ട്, യാ അയ്യുഹല്ലദീന ആമനു, തൗഹീദുള്ളവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങളൊന്ന് അള്ളാഹിനെ സൂക്ഷിച്ചാളി. അത് പറഞ്ഞിട്ട് പറയാണ്, വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളവരാണെങ്കിൽ അവശേഷിക്കുന്ന റിബ, ഈ വിഷയം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം, നിയമം നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം, ആയത്തിലുണ്ട് റിബ, പലിശ തിന്നാൻ പാടില്ല എന്ന്. അത് തിന്നാൽ, അത് ആ കൽപ്പന കിട്ടിയാൽ അപ്പം നിർത്തിക്കോളി. ഇപ്പോൾ പല ആളുകൾക്കും ബാങ്കിലൊക്കെ പലിശ ഉണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ട് SBയിൽ ഇടും. എന്നിപ്പോൾ നമ്മളെ പഴയമാതിരി ഒന്നുമല്ലല്ലോ. നമ്മൾ 25 കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ നമ്മൾ പുരയിൽ പൈസ വെച്ചിരിക്കണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അത് കള്ളം കൊണ്ടുപോകും. 25 കൊല്ലം കൊണ്ട് നയിച്ചുണ്ടാക്കിയതാ. ഒരു കള്ളന് കൊണ്ടാൻ എന്ത് മതി? 10 മിനിറ്റ് മതി അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് കൊണ്ടുപോയിടും. നിർബന്ധമാണ്. ബാങ്കിൽ ഇടലൊക്കെ നിർബന്ധമാണ്, അതൊക്കെ അനിവാര്യമാണ്. പക്ഷെ അതിൻ്റെ പലിശ ഉണ്ടല്ലോ, അത് നമ്മൾ ഇന്നണ്ട. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പം ആ പലിശ മുതൽ എന്ത് ചെയ്യും? ആ പലിശ മുതൽ കൊണ്ട് ആർക്കെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ഹറാമാണ്. കാരണം പലിശൻ്റെ മുതലാണ്, അതുകൊണ്ട് പറ്റില്ല. ആരെങ്കിലും കക്കൂസ് കുത്തി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും വലിയ വെള്ളം കുടിക്കുന്നേക്കാൾ വലുതാണ് ഇത് ഇങ്ങോട്ട് പോയി കിട്ടുകയുള്ളത്. അത് പോകാണ്ടാവുമ്പോൾ നമ്മൾ മരിച്ചു കാര്യമാണ് അല്ലേ?
അപ്പോൾ കക്കൂസ് കുത്താൻ പറ്റില്ല, റോഡിനുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. വഴി വെട്ടാൻ പറ്റുമോ? എന്നൊന്നും ഒരു നല്ല പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. ഈ ഹറാം കൊണ്ട് ബ്ലോക്ക് ചെയ്യുക. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന്മാർ നിവൃത്തികേട് കൊണ്ട് ആരും സഹായിക്കാനില്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പലിശക്ക് വെച്ചിട്ട് പലിശ കുടുങ്ങിയിട്ട് തൂങ്ങിയിരിക്കാനുള്ള ഗതികേടിലെത്തിയ ആൾക്കാരുണ്ടാവും. ഓൾക്ക് ആ പലിശ കൊണ്ട് ബ്ലോക്ക് ചെയ്യുക, പലിശ കൊണ്ട് ബ്ലോക്ക് ചെയ്യുക. എന്നല്ലാണ്ട് പലിശ മുതൽ നിങ്ങൾ എടുത്ത് തിന്നാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ ഫൈലം തഫ്അലു, നിങ്ങൾ ആ പലിശ വീണ്ടും തിന്നുകയാണെങ്കിലോ ഫഅ്ദനൂ ബി ഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹിനോട് റസൂലിനോട് യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുന്ന അവർക്ക്. ഒരു യുദ്ധം അള്ളാഹു ഇപ്പോൾ അപ്പോൾ അള്ളാഹിൻ്റെ മിലിറ്ററി അങ്ങോട്ട് അയക്കും. അതെങ്ങനെ ഞങ്ങൾ അറിയില്ല അള്ളാഹിൻ്റെ മിലിറ്ററിനെ. അള്ളാഹിൻ്റെ മിലിറ്ററി പല രോഗമാണ്. അപ്പോൾ പലിശൻ്റെ ഒരു 10 ലക്ഷം ഉറുപ്പ്യ കിട്ടി പലിശ വകയിൽ. അത് ഇപ്പുറത്ത് സൈഡാക്കി എഴുതിയിട്ടുണ്ടാവും ബാങ്കുകാർ അല്ലേ. അപ്പോൾ അത് നമ്മൾ മാറ്റിയേക്കാണ്ട് നമ്മളാവും അത് പടന്നോട്ടെ, അതും പലിശ, പിന്നെ അതിനും പലിശ, പിന്നെ ആ പൈസക്കും പലിശ. അങ്ങനെ പലിശ കൂടി വന്ന് നല്ലൊരു എമൗണ്ട് ആയപ്പോൾ അള്ളാഹ്ക്ക് തോന്നി ഒരു മിലിറ്ററിനെ പിന്നെ നേരത്തെ അയച്ചാലോ. അയച്ച് അപ്പോൾ കിഡ്നി ഒന്ന് ഫെയിലിയറാണ്. അപ്പോൾ അതിന് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തവും ഫെയിലായി. അപ്പോൾ അതും ഇനിയിപ്പോൾ ആരെയും കിഡ്നി മാറ്റിയേക്കണം. അങ്ങനെ ഇത് ഈ വെള്ളമയക്കും ഉരുൾപൊട്ടലയക്കും ഇതൊക്കെ അള്ളാഹിൻ്റെ മിലിറ്ററിയാണ് കേട്ടോ. രോഗം അള്ളാഹിൻ്റെ മിലിറ്ററിയാണ്. ചിലവർക്ക് ചെറിയ രോഗം കൊടുത്ത് ചെറിയ മിലിറ്ററി അയക്കും. അപ്പം നിങ്ങൾ ഷീ എന്നിട്ട് കുറേ ജലദോഷമൊക്കെ വന്ന് അവിടായി ഇവിടായി കുറേ ആൻറ്റിബയോട്ടിക് കഴിച്ച് കുറച്ച് ചെറിയ പൈസക്കുള്ള പണിയൊക്കെ തന്ന് ഒരു ചെറിയ ഒരു പ്രയാസമൊക്കെ തന്ന് ആരോഗ്യം കുറച്ച് കാണിച്ചു തന്ന് എന്നിട്ട് പറഞ്ഞു ഇഞ്ചി വലിയ അമ്പലൊന്നും കേട്ടോ. എന്നിട്ടില്ല നിങ്ങൾ കുരക്കാൻ തുടങ്ങിയപ്പോൾ പള്ളൻ്റെ ഉള്ളിലുള്ളതും കൂടി പുറത്തേക്ക് തന്നെ വരുന്ന മാതിരി ഇവിടൊക്കെ വേദന ആകുക. കഫക്കെട്ടോണ്ട് കഫക്കുട്ടിയായി അല്ലേ. അപ്പോൾ എന്താ അള്ളാഹു അറിയിക്കുന്നത് മിലിറ്ററി കൊണ്ട്? എടോ അതിനകത്രം വലുപ്പൊന്നുമില്ല, പക്ഷെ ആ കഫൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താ കളി. അതൊക്കെ പടച്ചോൻ്റെ മിലിറ്ററി ചെറിയ മിലിറ്ററി അയക്കും, ചിലത് വലിയ മിലിറ്ററി അയക്കും അല്ലേ. അറ്റാക്ക് ഒറ്റ ഇടിയും ഒരു വെല്ലടിച്ച്. അപ്പോൾ ബൈപ്പാസ് ബൈപ്പാസിലേക്ക് കൊണ്ടുപോയി. ബൈപ്പാസിൽ തന്നെ അപ്പോൾ ഉള്ളത് കാർഡിയോളജിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കെ അവിടെ ഉള്ളത്. അപ്പോൾ ബൈപ്പാസിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ബൈപ്പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞ് കുറച്ചിങ്ങനെ നല്ലവർക്കൊക്കെ ദീനും നിസ്കാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക കഴിഞ്ഞ് അതിലടക്ക് കുറച്ച് തർക്കമില്ല. അഞ്ഞും പയമാതിരി എന്തോ ഒരു ആരോഗ്യം നന്നായി തോന്നിയപ്പോൾ വീണ്ടും മൂപ്പര് കളി തുടങ്ങി. അപ്പോൾ അല്ല രണ്ടാമത്തെ വെല്ലടിച്ച് ടേം. അപ്പോൾ 2 അറ്റാക്ക് കഴിഞ്ഞതാ. എന്നിട്ട് ഉജ്ജി എന്നായില്ലല്ലോ. എന്നിട്ട് ഉജ്ജി എടുക്കണ പണിയായി തന്നെ ഏത് അതാണ് അള്ളാഹു പറഞ്ഞത്. ഒരു കാരണവശാലും അത് തിന്നരുത്. അത് തിന്നാൽ നരകത്തിൽ തീയിൻ്റെ ഉണ്ട കയറ്റുന്നു കണ്ട് പറയാം. വസയസലൗന സഈറ, ആ നരകത്തിലെ തീ കൊണ്ട് അള്ളാഹു കരിച്ചു കളയും കേട്ടോ. ഇനിയോ അല്ലദിന യഅ്കുലൂന റിബ, പലിശ മുതൽ തിന്നുന്നവർ, ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഈ ചൈത്താങ്കൂക്കളുടെ പെണ്ണുങ്ങളില്ലേ, ആ പെണ്ണുങ്ങൾ ഉരുളുന്നത് പോലെ ഉരുണ്ടാ പരലോകത്ത് വരിക പലിശ മുതൽ തിന്നുന്നപോലെ കേട്ടോ. അതുകൊണ്ട് ഖുർആൻ പറയുന്നു അതിന് കാരണം ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ, പലിശ തിന്നുന്നവരുടെ ന്യായം കച്ചവടത്തിനും പൈസ മുടക്കണം, പലിശക്കും. ഇപ്പോൾ ബ്ലേഡ് കമ്പനിനെ ഗവൺമെൻറ് എന്താ ചെയ്യണമെന്ന് നിങ്ങൾ നോക്കി അല്ലേ? എത്ര തൂങ്ങിയരിച്ചത് നിങ്ങൾ നോക്കി? ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമ്പത്തിക രംഗത്തുള്ള കെടുകാര്യസ്ഥതകളെ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗമനത്തിന് ആവശ്യമായ നിലക്ക് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ ആളില്ല. മനസ്സിലായോ? ഒരു കുട്ടി പറയണില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ കേട്ടോ. അതുകൊണ്ട് അതും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിർഹമു റിബ യഅ്കുലു റജുൽ വഹുവ യഅലമു, അറിഞ്ഞുകൊണ്ട് ഒരൊറ്റ ദിർഹം പലിശ തിന്നാൽ അശദ്ദു മിൻ സിത്തിൻ വസലാസീന സനിയ, അദ്ദേഹം 36 വ്യഭിചാരം നടത്തിയതിനേക്കാൾ ശിക്ഷയാണ് ഒരു ദിർഹം പലിശ മുതൽ തിന്നാൽ. അങ്ങനെ പറഞ്ഞ ശിക്ഷയെ 36 വ്യഭിചാരം നടത്തിയതിനേക്കാൾ ശിക്ഷ ഒരു ദിർഹം പലിശ എന്നാണ്ടാവും. വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എത്രയെന്ന് അറിയാലോ? അതിനേക്കാൾ വലിയ ശിക്ഷയാണ്. അപ്പം പലിശ മുതൽ തിന്നുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ മോഷ്ടിക്കരുത്, കക്കരുത്. ചാൻസ് കിട്ടും പലപ്പോഴും കേട്ടോ. കക്കാൻ പലപ്പോഴും ചാൻസ് കിട്ടും. കാരണം നമ്മളൊക്കെ ആളുകൾ വേഗം വിശ്വസിക്കും, മുസ്ലിമാണ്, അസ്സലാമു അലൈക്കും, നിസ്കാരമുണ്ട്, മുജാഹിദുമാണ്. കക്കാൻ എളുപ്പമാണ് നമുക്ക് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചോണ്ടി. ഖുർആൻ പറയുന്നു
വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ. കയ്യും കട്ടോൾഡിയും ആണും കക്കും പെണ്ണും കക്കും. കക്കാനിപ്പോൾ പെണ്ണുങ്ങളാണ് പല പീടികയിലും കയറി സാരി കക്കുന്നതും സ്വർണം കക്കുന്നതും ഒക്കെ പിടിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ. അധികം നല്ലവല്ലതൊന്നും അങ്ങനെ പിടിക്കൂല. കാരണം ഇത് എങ്ങനെയാ പറയുക, സ്വന്തത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ കക്കാറുണ്ട്. കൈമുറിക്കുന്ന ഖുർആന്റെ നിയമം. എന്നിട്ട് പറഞ്ഞു നെക്കാലം മിനല്ലാ, അള്ളാഹിലുള്ള ജനങ്ങൾക്കുള്ള പാടായിട്ട് ഒരു പാടാണത്. കൈമുറിച്ചാൽ എന്തേ മുറിച്ചു? കട്ടിട്ടാണ് ഉണ്ടോ. അതിനെന്ത് പറയും? മനുഷ്യാവകാശ നിയമം. ഓയ് അല്ലേ, ഇന്ദിരാഗാന്ധിനെ വെടിവെച്ചപ്പോൾ മനുഷ്യാവകാശ നിയമം വന്നു കേട്ടോ. 6 മാസമായ കുട്ടിനെ വ്യഭിചരിച്ച് കൊന്നുങ്ങാണ്ട് കുഴിച്ചിട്ടാലും ഓനക്ക് ശിക്ഷ വിധിച്ചാൽ അപ്പം വരും മനുഷ്യാവകാശ നിയമത്തിൻ്റെ ആളുകൾ. എന്നിട്ട് ഇസ്ലാമിൻ്റെ നേരെ ഒരു കടന്നാക്രമണം നടത്തും. കൈമുറിക്കണം, വ്യഭിചരിച്ചവനെ എറിഞ്ഞൊല്ലണം. വ്യഭിചരിച്ചവരൊന്നും അങ്ങനെ എറിഞ്ഞൊല്ലാൻ കഴിയില്ല. കാരണം തെളിവ് വേണം, 4 കണ്ട ആൾക്കാർ വേണം, 4 ആൾ, എന്നാലേ ഈ ശിക്ഷ നടപ്പിൽ വരുത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയാതെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കും കേട്ടോ. ഇനി ഹറാം വിലക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. കൈക്കൂലി വാങ്ങരുത്, കൊടുക്കരുത്. റസൂലുള്ള പറയുന്നു ലഅനല്ലാഹു റാഷിയ വൽ മുർതശിയ ഫിൽ ഹുക്ം. വിധി അനുകൂലമായി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങുന്നവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയും പൊന്നാര മൗലവി കേരളത്തിൽ കൈക്കൂലി കൊടുക്കാണ്ട് ഒന്നും നടക്കൂല. 3 സെൻറ്റ് സ്ഥലത്തൊരു പ്ലാൻ കൊടുത്തിട്ട് പ്ലാന് കൈമ കിട്ടണ എന്ത് വേണം? കൈക്കൂലി കൊടുക്കണം അല്ലേ. കൈക്കൂലിയും തിന്നും, കാര്യം ശരിയാക്കി തരൂല്ല. അപ്പോഴാണ് നമ്മളെന്ത് ചെയ്യൽ? പരാതി കൊടുക്കൽ അല്ലേ. വാങ്ങിയോലും കൊടുത്തോനും ശപിക്കപ്പെട്ടാണ്. ആ മുതലും തിന്നരുത്. കാര്യം ശരിയാക്കി കൊടുത്താൽ ചിലവർ ഗിഫ്റ്റ് തരും, അതും ഹറാമാന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഗിഫ്റ്റ് ചിലവർ പാൻറ്റ് ഷർട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ കമാൽ കണ്ടോ? അപ്പോൾ അല്ല, അപ്പോൾ ഒരു നമുക്ക് ലൈന് വലിച്ചെന്നതിനെ ഒരു സന്തോഷം എന്നുള്ള വേറൊന്നുമില്ല. ആ സന്തോഷത്തെ നമ്മളോടില്ലാത്ത നബീൻ്റെ അടുത്ത് നബി ഒരിക്കൽ സക്കാത്തിൻ്റെ ബോധം ഇരിക്കുക ഒരാളയച്ചു. കഥ നീട്ടി പറയുന്നില്ല, കഥ മാത്രം പറഞ്ഞുതരാം. അയച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഇതെനിക്കും ഇത് ബൈത്തുൽ മാലിലേക്കാണ്. അപ്പോൾ എന്താ എനിക്ക് അറിയാൻ കാരണം? അല്ല, ഞാൻ പോയപ്പോൾ സന്തോഷം തന്നാ ഈ പോലെ കുത്തുന്നത് തരുമല്ലോ ഇവിടക്ക് പറഞ്ഞു. അങ്ങനെ ഇവിടക്ക് സക്കാത്തിൻ്റെ ബദലുള്ളത് അനക്കോ? നമ്മളവിടെ ഉള്ള ആളുകൾ പള്ളിക്ക് വരെ പിരിവിന് പോയിട്ട് 40% മൂപ്പർക്കും 60% പള്ളിക്കുക. അങ്ങനത്തെ ആൾക്കാരപ്പോൾ ഉള്ളത്. വയലു അറിയുന്നുണ്ടല്ലേ നിങ്ങൾ മൊയ്ലിയന്മാർ? 40% മൂപ്പർക്കും 60% കെടുകാര്യസ്ഥർക്കും കേട്ടോ. ആൾക്കാരിപ്പോൾ അങ്ങനെയാണ്. കൈക്കൂലി രാമന്മാരും ഇതൊക്കെയാണ്. ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഇനി ഇന്നെപ്പറ്റി കുറ്റം പറയാനുണ്ടാവും. അത് ഇന്നൊന്ന് അറിയിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ വക ഒരു അവാർഡ് തരുന്നുണ്ട്. തരണേ? അതെന്താ കാരണം അറിയോ? അത് പറയാൻ കാരണം ഇത് ഞാൻ പറഞ്ഞതല്ല. റസൂലുള്ളാഹിൻ്റെ കാലത്ത് സഹാബത്തിന് ആരെയും കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം ഒരു സമ്മാനം കൊടുത്തേക്കും. എന്താ ചോദിച്ചു? ഒരാൾ ചോദിച്ചു എന്തിനാ നിങ്ങളിങ്ങനെ സമ്മാനം കൊടുക്കുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു ഓൻ്റേത് ഏതായാലും ആഹൃത്തത്തെ എനിക്ക് തന്നതല്ലേ, ഇപ്പം എന്തെങ്കിലും ഓനക്ക് കൊടുക്കണ്ടേ? ആഹൃത്തിൽ ഓൻ ചെയ്ത അമലൊക്കെ എനിക്ക് തന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഓനക്ക് കൊടുക്കണല്ലോ. അങ്ങനെ മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കരുത് കേട്ടോ. വല്ല യഹത്ത ബാലുക്കും ബാല, പരസ്പരം പരദൂഷണം പറയരുത്. പരദൂഷണം കേട്ടോ. ആ യുഹിബ് അഹദുക്കും ലഹ്മ അഹിഹി മൈത്ത, സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്ത് കാന്തി മാന്തി തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരദൂഷണം പറയാവും. അതാ ഖുർആൻ്റെ നിർദ്ദേശം. പക്ഷെ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പരദൂഷണമാണ്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ ഈ ആയത്തിറങ്ങിയപ്പോൾ എന്താണ് പരദൂഷണം എന്ന് ചോദിച്ചു നബിനോട് സഹാബത്ത്. അതദ്റൂന മൽ ഗീബത്ത്, എന്താണ് ഗീബത്ത് നിങ്ങൾക്ക് അറിയോ നബി? കാലു, അവർ പറഞ്ഞു അല്ലാഹു റസൂലു അലം, അല്ലാഹു റസൂലിനും അറിയാം. കാല, നബി പറഞ്ഞു എന്നാ കേട്ടോ എന്താണ് പരദൂഷണം? ദിക്റക അഹാക ബിമാ യക്റഹു, അവൻ വെറുക്കുന്ന കാര്യം നീ അവനെപ്പറ്റി പറയാം. അവനെപ്പറ്റി വ്യക്തിപരം. അബ്ദുറഹ്മാൻ സൽഫിനെ പറ്റി കണ്ടില്ലേ? അതാണ് അത്. ഓലൊക്കെ ചെയ്തു അതേ പണി, എല്ലാവരും ചെയ്തു. കാരണം തൗഹീദിനെ സഹായിച്ച, തൗഹീദിനെ തകർക്കാൻ ശ്രമിച്ചവരെ അബ്ദുറഹ്മാൻ സലഫി നടത്തിയ ധീരോദോത്തമായ ശക്തമായ നേരിടലിൽ സഹിക്കാൻ കഴിയാത്ത ആളുകൾ, അദ്ദേഹത്തിൻ്റെ കരൾ മാന്തി തിന്നാൻ വേണ്ടി ആഗ്രഹിച്ച ആളുകൾ ചെയ്ത പണിയാണ്.
അല്ലേ? അപ്പോൾ വെറുപ്പുളവാകുന്ന കാര്യം പരദൂഷണമായി പറയാം. അപ്പോൾ കീല, അപ്പോൾ സഹാബത്ത് ചോദ്യം, അഫറഅയ്ത ഇൻ കാന ഫി അഖി മാ ഖുൽ, ഞാൻ പറയുന്ന കുറ്റം ആ മനുഷ്യനിലുണ്ടെങ്കിലോ? സഹാബത്തിൻ്റെ ചോദ്യം. പരദൂഷണമാവണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അയാൾക്ക് ഉണ്ടെങ്കിലോ? കാല, നബി പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹ, നീ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൽ ഉണ്ടെങ്കിൽ അതാണ് പരദൂഷണം. വഇൻ ലം യകുൻ ഫീഹി, അദ്ദേഹത്തിൽ നീ പറഞ്ഞ കാര്യം ഇല്ലാണ്ട് പറഞ്ഞതാണെങ്കിലോ ഫഖദ് ബഹത്ത, നീ അദ്ദേഹത്തിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതാണ്. അപ്പോൾ ഒന്ന് കള്ളാണ്, കളവ് പറഞ്ഞതാണ്, ഒന്ന് ഗീബത്താണ്. ഉള്ളത് പറയുമ്പോഴാണ് ഗീബത്ത്. ചിലരൊക്കെ പറഞ്ഞു ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല, അങ്ങനെ പറയരുത്. മറ്റുള്ളവർക്ക് അഭിമാനക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ലാ യദ്ഖുൽ ജന്നത്ത് ഫത്താത്ത്, ഏഷണിക്കാരൻ സ്വർഗത്തിൽ ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് നേരം വെളുത്തതിന് നല്ലൊരു പണിയാണ്, വലിയ ഹരമുള്ള പണിയാണ് അല്ലേ? ഇങ്ങനെ ഒരു പണിയില്ല, റിട്ടയർഡ് ആയതിനു ശേഷം ഒരു പണിയില്ല, വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ നടക്കും, ഇങ്ങനെ വർത്താനം പറയരുതേ. ചിലർ പീടി തുറക്കും, പീടി തുറക്കുന്നത് തന്നെ പുറേന്നിറങ്ങി വർത്താനം പറയുന്ന നാലാൾ കിട്ടാനാ, ബാ രണ്ട് പേപ്പറും വാങ്ങിയിടും. വേറെ അവിടെ കച്ചവടം കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം എങ്ങനെയും നരകത്ത് പോണേ, കുറച്ച് ആൾക്കാരും കൂട്ടി ഓനെയും കൊണ്ടോണേ. ഹേയ്, ജമാഅത്തായിട്ട് പോകാലോ, പോയിരുന്നു കൊടുക്കരുത് കേട്ടോ. വേണ്ടാത്ത വർത്താനം പറഞ്ഞോടത്തൊന്നും പോയി കുത്തിരിക്കരുത് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഈ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാണ്ടിരുന്നൂടെ, അതുകൊണ്ടാണ് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം പറയേണ്ട ആവശ്യമില്ല, എന്നാൽ വേണ്ടില്ല നമ്മളടുത്ത് വരാൻ സാധ്യതയുള്ള പോരായ്മ അള്ളാഹു വിലക്കിയത്. ഒരു കാര്യം കൂടി പറയാം. അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി നമ്മളെയാണ് വിളിക്കുന്നത്, തൗഹീദുള്ളവരെ അല്ലേ. ലാ തദ്ഖുലു ബുയൂത്തൻ ഗൈറ ബുയൂത്തിക്കും, നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നോക്കരുത്. ഹത്താ തസ്തനിസു വ തുസല്ലിമു അഹ്ലിഹ, വീട്ടുകാരോട് സലാം ചോദിക്കുക, അനുമതി ചോദിച്ചിട്ടല്ലാണ്ട് മറ്റുള്ള ആളെ വീടുകളിലേക്ക് പ്രവേശിക്കരുത്. ഇപ്പോൾ ഈ നമ്മളെ കാലഘട്ടം ഏറ്റവും കൂടുതൽ ഈ ആളുകൾ താമസിക്കുന്നത് മുഴുവനും ഫ്ലാറ്റിലാണ്. അപ്പോൾ താഴെ ഫ്ലാറ്റിൽ നിന്ന് മുകളിലെ ഫ്ലാറ്റിൽ നിന്നാൽ താഴത്തെ ഫ്ലാറ്റിലെ എല്ലാ കാര്യം അങ്ങനെ നോക്കി സൂക്ഷിക്കണമല്ലോ അല്ലേ. പിന്നെ ചിലവരെ വീട് ഇപ്പോൾ ചെറിയ ചെറിയ സ്ഥലത്ത് ഇപ്പോൾ വീടുണ്ടാക്കാൻ തുടങ്ങി. പഴയ കാലത്താണ് ആളുകൾ 10 സെൻറ്റും വീട്, ഇപ്പം അങ്ങനല്ല, ഇപ്പം 4 സെൻറ്റും, മറ്റവനക്ക് 3, മറ്റേ 3 3, അപ്പോൾ 3 വീടായി 10 സെൻറ്റിൽ. അപ്പോൾ ഇപ്പുറം തുറന്നാൽ അപ്പുറം കാണാം, അപ്പുറം തുറന്നാൽ അപ്പുറം കാണാം. ഓരോട് എന്താ നടക്കുന്നത്, ഒരു ഭാര്യ ഭർത്താവ് വെച്ചുണ്ടാക്കി അപ്പം നമ്മളെ പെണ്ണുങ്ങൾ പോയിട്ട് മനസ്സിലായി അതെന്താണെന്നറിയാൻ എടാ എടല്ലേ എന്താ നോക്കുന്നത്, ഒന്നുമില്ല, ഓല് തമ്മിൽ ഭയങ്കര കച്ചറയിലാണ്. അപ്പം അന്നോടാരാ പറഞ്ഞതൊക്കെ നിങ്ങൾ വലിയ മുജാഹിദ് നിൽക്കുന്നത് മര്യാദക്ക് പറഞ്ഞു കൊടുത്തേര്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ 2 കിട്ടും, 2 കിട്ടുമ്പോൾ അവിടെ കച്ചറായി അല്ലേ, ആണല്ലേ. അപ്പോൾ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു റസൂലുള്ള. പറയാൻ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നു റസൂലുള്ള. നിങ്ങൾ പഠിക്കേണ്ടത് ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ്. ഇന്നമാ ജുഇലൽ ഇസ്തിഅ്ദാനു മിൻ അജ്ലിൽ ബസർ, കണ്ണ് കാരണത്താലാണ് അനുമതി ചോദിക്കുമെന്ന് പറയാൻ കാരണം. കണ്ണിനാണ് അനുമതി ചോദിക്കേണ്ടത്. ഈ ശരീരം അങ്ങോട്ട് കിടക്കണോ വേണ്ടതല്ല. അന്യപൊരലേക്ക് കണ്ണ് കിടക്കുന്നതാണ് തടയേണ്ടത്, മനസ്സിലല്ലേ. അന്യപൊരലേക്ക് കണ്ണ് കിടക്കാതിരിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിത്തലാ ഫി ബൈത്തി ഖൗമിൻ ബിഗൈരി ഇദ്നിഹിം, അനുമതി ഇല്ലാണ്ട് വേറൊരാളുടെ പൊരലേക്ക് എത്തി നോക്കിയാൽ ഫഖദ് ഹല്ലലഹും അൻ യഫ്ഖഉ ഐനഹു, അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കൽ അനുവദനീയാണ്. ആർക്ക്? മറ്റേ പെരക്കാരന്. എന്നിട്ട് പറയാ റസൂലുള്ളാഹി, ഫലാ ദിയത ലഹു വലാ ഖിസാസ്, അതിന് എന്ത് വേണ്ട, നഷ്ടപരിഹാരം കൊടുക്കണ്ട. കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലേ, സാധാരണ കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ ഇസ്ലാമിൽ നഷ്ടപരിഹാരം കൊടുക്കണം, അത് കൊടുക്കണ്ട. വലാ ഖിസാസ്, ഒരു പ്രതിക്രിയ നടത്താൻ പാടില്ല. കാരണം മറ്റുള്ളവൻ്റെ റൂമിലേക്ക് അത്ര ഭൗതികമായി തന്നെ വലിയ തെറ്റുള്ള കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞ് ഒരു ഹദീസും കൂടി ഉദ്ധരിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അത് മതി അല്ലേ. കാരണം അധികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് എനിക്കൊന്നും പറയാൻ കഴിയാണ്ടാവും പിന്നെ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹദീസ് കൂടി പറഞ്ഞ് നിർത്താം. അപ്പോൾ ശ്രദ്ധിക്കുക. സാധാരണ നിത്യ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, എത്ര നല്ല ആളുകളാണെങ്കിലും നല്ല നിസ്കരിക്കുന്ന ആൾക്കാർ തന്നെ നിസ്കരിക്കുമ്പോൾ മാത്രം പാൻറ്റ് ഇങ്ങനെ ഈ തെരിയ പോലെ ചുരുട്ടിക്കൂട്ടി മുകളിലേക്ക് വെക്കുന്ന ആൾക്കാർ കണ്ടോ? നിങ്ങൾ ഒരുപാട് ആൾക്കാർ, നല്ല മനുഷ്യന്മാർ കേട്ടോ,
നല്ല മനുഷ്യന്മാർ എത്ര പറഞ്ഞാലും അത് മേക്കട്ടങ്ങോട്ട് കയറൂല. കേട്ടോളി, ഓലൊന്ന് കേട്ടോളി. അള്ളാഹുവിൻ്റെ വിലക്ക് റസൂലുള്ള പറയുന്നു, സലാസത്തുൻ ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ. 3 കൂട്ടരോട് അള്ളാഹു പരലോകത്ത് മിണ്ടൂല. 3 കൂട്ടക്കാരോട് അള്ളാഹു പരലോകത്ത് മിണ്ടൂല. വലാ യൻദുറു ഇലൈഹിം, അവരെ നോക്കൂല അള്ളാഹ്. ഇപ്പം ഞാനും നിങ്ങളും കൂടി ഇവിടുന്ന് കണ്ടിട്ട് ഞാൻ നിങ്ങളെ നോക്കാണ്ടയോ നിങ്ങൾ ഇന്നെ നോക്കാണ്ടയോ പോയാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ലേ? ഇത് പടച്ചോനാ നോക്കൂല അറിഞ്ഞ. നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞ നമ്മളെ കണ്ടിട്ട് നോക്കാണ്ട ശ്രദ്ധിക്കാണ്ട് പോയാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? പക്ഷെ അള്ളാഹു നോക്കൂല. വലാ യുസക്കിയും, സംസ്കരിക്കൂല പറഞ്ഞാൽ നരകത്തിൽ നിന്ന് കാലാവധി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സ്വർഗത്തിൽ കൊണ്ടുവന്ന് സംസ്കരിക്കൊന്നുമില്ല അള്ളാഹ്. അങ്ങനെ 3 ആളുണ്ട്. അതാരാണ്? ഒന്ന് അൽ മുസ്ബിൽ. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നെര്യാണിക്ക് താഴെ വസ്ത്രം അണിയുന്നവർ. ഓലോട് അള്ളാഹ് നോക്കൂല. അപ്പോൾ നമ്മൾ ഈ നെര്യാണിക്ക് താഴെ വസ്ത്രം അണിയുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു പാൻ്റ് ആയാൽ ലേശം താവണം എന്നാണ്. ഒരു ടീം അങ്ങനെ, വേറൊരു ടീം തല കുത്തൻ അത് അങ്ങോട്ട് പോയിക്കുന്നു മേലോട്ടേക്ക്. അതൊരു ദജ്ജാലിൻ്റെ വർക്കാണ് റസൂലുള്ള പറഞ്ഞത്. അവർ തല മൊട്ടടിച്ച് പ്രത്യേക കോലം കെട്ടി നെര്യാണിക്ക് വളരെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുത്ത് ബ്രിട്ടീഷുകാരുമായി നടക്കുക. മനസ്സിലായോ? അതൊരു ടീം. അപ്പോൾ ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ കുരുക്കള അഞ്ഞത്ത്. അങ്ങനെ അപ്പോൾ ചുമട് ചവിട്ടുണ്ട്. പകരം നെര്യാണിക്ക് താഴെ വസ്ത്രം ആവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കാരണം അള്ളാഹ് സംസാരിക്കില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും അടുപ്പിച്ചിട്ടുണ്ടാകുക. പാൻറ്റൊക്കെ റമളാനൊക്കെ വന്ന് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, അപ്പോൾ ചിലപ്പോൾ എന്താവും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അറിയാണ്ട് ചിലപ്പോൾ കാകലുണ്ടല്ലോ നബിയെ, അങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ അഹങ്കാരം കൊണ്ട് ചെയ്യല്ലോ, അറിയാണ്ട് വന്നു പോവല്ലേ, അതിന് അള്ളാഹു ഒന്നും ചെയ്യില്ല. അപ്പം അത്ര വിട്ടുവീഴ്ചൻ്റെ ആ വിഷയത്തിൽ. അദ്ദേഹത്തിൽ ചിലവർ താത്തല നെര്യാണിക്ക് താഴെ ആയെങ്കിൽ, കാരണം എൻ്റെ നെര്യാണിയൊക്കെ കണ്ടാൽ ആരും നോക്കൂല, അത്രേ കോപ്പുള്ളൂ. ഇതിങ്ങനെ നെര്യാണിയൊന്നും കാണിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സോക്സും ഒക്കെ കയറ്റി നടന്നിട്ട് ഫട്ട എന്നിട്ട് നടക്കുകയല്ലേ. അല്ലാണ്ട് അവൻ്റെ ശരീരത്തിൽ വേറെ കോപ്പൊന്നുമില്ല. 2 കാൽമേൽ വെച്ച് ചന്തിയും വെച്ച് വിട്ടതവനെ. ഓൻ്റെ വിചാരം ഓൻ ആരോ ആണെന്നാ കേട്ടോ. എന്നിട്ട് ഓന ഓരോരുത്തർ റോൾ മോഡലാക്കുകയാണ്. ആ പാൻറ്റും അതിന് പുറമെ മുടിയൊക്കെ ഇങ്ങനെ മറ്റേ ഓരോരോ പ്ലേയേഴ്സിൻ്റെ ഇതാണ് അല്ലേ. പുരയുള്ള നെയ്യൊക്കെ തേച്ച് ഇങ്ങനെ 4 മൊന. മുമ്പൊക്കെയാണ് അങ്ങനത്തെ രീതിയിൽ പ്രാന്തം ജയിലിൽ കൊണ്ടാക്കുമായിരുന്നു. കുറച്ച് മുമ്പുള്ള ആൾക്കാരാണെങ്കിൽ പഠിച്ചോനെ ചെക്കൻക്ക് പ്രാന്തായിക്കുള്ള മുടിയൊക്കെ അങ്ങനെ അറിഞ്ഞു പ്രാന്തന്മാരുടെ ഇനി ഏത് ഇല്ലേ. ഇപ്പോൾ ഇതൊക്കെയാണ് എന്ത് മോഡൽ. ഇനിയിപ്പോൾ എപ്പോഴാ തുണിയൊക്കെ കഴിച്ചിട്ടാൽ മോഡലാകാമെന്നറിയില്ല. ട്രൗസർ, നല്ല ട്രൗസർ കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഓട്ടാക്കുന്നുണ്ട്, മുട്ടിൻ്റെ ഇവിടെ 2 ഓട്ട. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു വെറുതെ നിങ്ങളെ ട്രൗസർ കീറിയിരിക്കുന്നു പറഞ്ഞു ട്രെയിനിൽ നിന്ന് കണ്ടപ്പോഴേ. അപ്പം മൂപ്പര് അത് ഇപ്പോഴത്തെ മോഡലാണ്. ഞാൻ ചോദിച്ചു കീറല്ലോ, നമ്പടി കീറിക്കൂടെ ചോദിച്ചു, മോഡലാക്കിക്കൂടെ. എന്തൊരു നല്ല പാൻറ്റിൻ്റെ തുണി അവിടെ ഓട്ടാക്കി വെച്ചിരുന്നു. അഹങ്കാരമാണ്. അപ്പം അതുകൊണ്ട് നോക്കൂല, സംസ്കരിക്കൂല, നരകത്തിൽ പോണ്ടി വരും. 1. 3 ആളാണല്ലോ. 2ാമത്തെ ആളാരാ നോക്കുക? വൽ മന്നാൻ. കൊടുത്തതൊക്കെ എടുത്ത് പറയണേ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഞാൻ പിന്നെ ഓനക്ക് അത്ര കൊടുത്തു, ഞാൻ ഇത്ര കൊടുത്തു. നമ്മളെ ബാപ്പ കൊടുക്കലുണ്ട്. ഓൻ്റെ പോക്കും ഓൻ്റെ ബാപ്പൻ്റെ പോക്കും. ഓൻ്റെതോ പോക്കിക്കോട്ടെ, പിന്നെ ഓൻ്റെ ബാപ്പൻ്റെ പോക്കണോ? നമ്മളെ ബാപ്പ നമ്മളൊക്കെ കൊടുക്കണമല്ല. ഓൻ്റെ പറയാം നമ്മളിതാണ്. ഇവനിപ്പോൾ നമ്മൾ പീടിച്ചു കൊടുത്ത്, മറ്റൊക്കെ നമ്മൾ ഗൾഫിക്ക് വിസ എടുത്ത് കൊടുത്ത് ചെയ്തൊക്കെ വിളിച്ചറിയാം. ഓനി അള്ളാഹ് നോക്കൂല കേട്ടോ. ഇനി വിളിച്ചറിയുമ്പോൾ ഓർക്കണേ, 2 ദിവസം ഉണ്ടാവും ഓർക്കൽ. 3ൻ്റെ അന്ന് ഹദീസിൽ അതൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, പറയാൻ പാടില്ല, എന്നാലും ഇത് പറയാണ്ടിരുന്നൂടാ എന്നിട്ട് ഇത് പിന്നെയും പറയും. അങ്ങനെ ഇനി 3ാമത്തേതാരാ അള്ളാഹ് നോക്കാത്തെ? നമുക്ക് നോക്കാം. വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ ഖാദിബ്. കള്ളസത്യം ചെയ്ത് സാധനങ്ങൾ വിറ്റ് തീർക്കുക. കള്ളസത്യം ചെയ്തിട്ട് സാധനങ്ങൾ വിറ്റ് തീർക്കുന്നവരെ അള്ളാഹു നോക്കൂല കേട്ടോ. അള്ളാഹു നോക്കൂല. കള്ളസത്യം ചെയ്തിട്ട് പഠിച്ചവനാണ് സത്യം, ഞാനിത് 50,000 ഉറുപ്പ്യക്ക് വാങ്ങിയതാണ്, ഞാൻ 1 ഉറുപ്പ്യ ലാഭം എടുത്തിട്ട് തരിക, അങ്ങനൊക്കെ പറയല്ലോ. കള്ളസത്യം
ചെയ്തിട്ട് സാധനം വിൽക്കണോനെ അള്ളാഹു സംസാരിക്കൂല, സംസ്കരിക്കൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂല. ഇനി പെണ്ണുങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത്രയും കാര്യം നമ്മൾ മൊത്തത്തിൽ പറഞ്ഞതല്ലേ, ഇബൽക്ക് മാത്രം റസൂലിനെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താ അറിയോ? ഒരിക്കൽ ആയിഷാ ബീവി പറയാണ്, ഇന്ന അസ്മാ ബിൻ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകള് അസ്മ, ആരാണ് മോശക്കാരത്തിയല്ല കേട്ടോ പറയാൻ പോണത്. അവരെന്ത് ചെയ്തു? ദഹലത്തല റസൂല്ല, അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നു. ആര്? അബൂബക്കർ സിദ്ദീഖിൻ്റെ മോൾ അസ്മ. അപ്പോൾ അലൈഹ സിയാബുൻ റിഖാഖ്, നേരിയ വസ്ത്രം ഇട്ടത്. ആരമോള്? അബൂബക്കർ സിദ്ദീഖിൻ്റെ മോള് കേട്ടോ, നേരിയ വസ്ത്രം. അത് പിന്നെ നമ്മളെ മോളതൊന്നും പ്രശ്നമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, നോക്കാം. ഫാറലാൻഹ, റസൂലുള്ള ഓളെ കണ്ടപ്പോൾ തിരിഞ്ഞു നടന്നു. ആ വസ്ത്രത്തെ കണ്ടപ്പോൾ റസൂലുള്ള തിരിഞ്ഞു നടന്നു. വക്കാല, എന്നിട്ട് പറഞ്ഞു, യാ അസ്മേ ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ ലൻ യസ്ലഹ അൻ യുറാ മിൻഹ ഇല്ലാ ഹാദാ വഹാദാ. ഉണ്ടോ? ഒരു പ്രായപൂർത്തിയായ പെണ്ണിന് ഇതും അല്ലാത്തതൊന്നും പുറത്ത് കാണാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു വഷാറ ഇലാ വജീഹി, ഇത് എന്ന് പറഞ്ഞിട്ട് മുഖവും കഫൈഹി, മുൻകൈയും കാണിച്ചു കൊടുത്തു. ഇതേ കാണാൻ പാടുള്ളൂ. ഇത് റസൂലുള്ള പറയാ, നക്കാബിൻ്റെ ആൾക്കാരോട് പറഞ്ഞു കൊടുത്തൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇസ്ലാമികമായിട്ടുള്ള, റസൂലുള്ള നേരിയ വസ്ത്രം അണിഞ്ഞ് കണ്ടപ്പോൾ തിരുത്തുകയാണ്. തിരുത്തുന്നോടത്തും നബി പറഞ്ഞെന്താ, നിനക്ക് ഇതും ഒഴികെ ഒരു പ്രായപൂർത്തിയായ പെണ്ണ് പുറത്ത് കാണാൻ പാടില്ല. ഇത് ഐഡൻറ്റിറ്റിയാണ്, ഇത് നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു വിലങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു. പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേട്ട, ഖുർആനിലൂടെയും ഹദീസിലെയും കേട്ട വിഷയങ്ങളെ യഥാർത്ഥ ഈമാനോടുകൂടി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും വൈകല്യങ്ങളും പോരായ്മകളും അർഹമുറാഹിമിനായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹളായ ഫൗല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജീവിത നിത്യവൃത്തികളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വാഹ് ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.